ഒരു കഥ പറഞ്ഞ് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഡച്ച് ഫിലോസഫറായിരുന്ന ഡാനിഷ് തിയോളജിയനും ദൈവശാസ്ത്രജ്ഞനും ഫിലോസഫറുമായിരുന്ന ആളാണ് സോറൻ കീർക്കെഗാഡ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പള്ളിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ വളരെ ഗൗരവമുള്ള ഒരു ആശയം ജനങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ തൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു കഥയുണ്ട്. കഥ ഇപ്രകാരമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കുറേ താറാവുകൾ. ആരാ കുറേ താറാവുകൾ പള്ളിയിൽ എന്നും പോയി പള്ളിയിലെ പ്രസംഗം കേൾക്കും. സ്ഥിരമായി പ്രസംഗിക്കുന്ന വിഷയങ്ങളെല്ലാം അവസാനിക്കുന്നത് ഒരു കാര്യത്തിലാണ്: നിങ്ങളിങ്ങനെ ഇരിക്കരുത്, നന്നായി പറക്കണം, പറക്കാൻ പഠിക്കണം. ഇതിൻ്റെ എല്ലാം അവസാനം ഉയർന്നു പറക്കുക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കും. പ്രസംഗം കേട്ട താറാവുകൾ പ്രസംഗം കഴിയും, തങ്ങളുടെ കൂട്ടിലേക്ക് തിരികെ വരും, ആവശ്യത്തിലധികം തീറ്റയെടുക്കും. അവസാനം പറക്കുവാനായി ചിറകുകളൊന്ന് അനക്കുവാൻ പോലും കഴിയാതെ അതിങ്ങനെ തടിച്ചു കൊഴുത്ത് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ജൂബിലി വരെ ആയി എന്ന് വിചാരിച്ചു. അതിനുശേഷം ഒരു ഞായറാഴ്ച സീനിയേഴ്സായിട്ടുള്ളവരൊന്നും പള്ളിയിൽ പോയില്ല. പോകാതെ അവിടുത്തെ കുഞ്ഞിത്താറാവുകളെയാണ് ആ ആഴ്ച പള്ളിയിൽ പോകാൻ വിട്ടത്. അവരാദ്യമായിട്ടാണ് ഈ പ്രസംഗം കേൾക്കുന്നത്. നിങ്ങൾ പറക്കണം, നിങ്ങളുടെ ഉദ്ദേശം അതാണ്, ഉയർന്ന് പറക്കണം എന്ന പ്രസംഗം കേട്ടു. അവർ വളരെ മോട്ടിവേറ്റഡായിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു, കൂട്ടിലേക്ക് വന്നു. എന്നിട്ട് കൂട്ടിൽ ആദ്യമായി ചിറകടി ശബ്ദം ഉയർത്തുവാൻ തുടങ്ങി. അവർ പറക്കാൻ പരിശ്രമിച്ചു കുഞ്ഞു ചിറവുകൾ കൊണ്ട്. അപ്പോൾ ഇത് കണ്ട മുതിർന്ന താറാവുകൾ അവരോട് പറഞ്ഞു, ഇത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പറക്കുന്നതിനെ പറ്റി വല്ലാതെ ധ്യാനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസ്വസ്ഥതയുള്ളത്. അതുകൊണ്ട് പറക്കുവാനല്ല പരിശ്രമിക്കേണ്ടത്, ഞങ്ങളെപ്പോലെ തടിച്ചു കൊഴുക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ പ്രസംഗം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇപ്രകാരമാണ്: കൊഴുപ്പ് ദൈവാനുഗ്രഹമായി കണ്ട താറാവുകൾ പിന്നെയും ഞായറാഴ്ചകളിൽ പള്ളി പോയിക്കൊണ്ടിരുന്നു, പ്രസംഗം കേട്ടുകൊണ്ടുമിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കൽ പോലും പറക്കുന്നതിനെ പറ്റി അവർ ചിന്തിച്ചില്ല. ക്രമേണ ആ കൂട്ടിൽ ചിറകടി ശബ്ദം കേൾക്കാതെയായി. അടുത്ത വാക്കുകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ക്രമേണ ചിറകുകൾ അവർക്കൊരലങ്കാരം മാത്രമായി മാറി. ക്രമേണ ചിറകുകൾ അവർക്കൊരലങ്കാരം മാത്രമായി മാറി. പ്രിയമുള്ളവരെ, ഈ ഭാരതത്തിൻ്റെ ഹൃദയഭൂമിയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ഉയർന്നു പറക്കുവാനും പ്രശോഭിക്കുവാനും തക്കവണ്ണമാണ് ഒരു സഭാജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദൈവം നമ്മെ ഇവിടെ നട്ടിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് പൊതുവെ നമ്മുടെ ആരാധനാ അനുഭവങ്ങളെ പരിശോധിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപക്ഷെ ഒരു ബഹുഭൂരിപക്ഷത്തിനെങ്കിലും നമ്മുടെ ആരാധനാ ജീവിതവും സഭാനുഭവങ്ങളുമൊക്കെ ഒരു അലങ്കാരം മാത്രമായി മാറുന്നൊരു ലോകത്ത് ഈ ജൂബിലി നമ്മോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തു നമ്മെപ്പറ്റി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന, അവനോളം എത്തുന്ന ഒരു സ്വർഗീയമായ അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഉയർന്നു പറക്കുവാൻ തക്കവണ്ണം ക്രമീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്നാണ്. അതെങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? പഴയ നിയമത്തിലൊരു മനുഷ്യനുണ്ട്, മോശ. ഈ ജനത്തെ നയിക്കുവാനുള്ള നിയോഗം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ദൈവമുമ്പാകെ നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, യഹോവേ, നീ എന്നോട് കൂടെ പുറപ്പെടുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുത്. അത് കഴിഞ്ഞ് ആ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്: നീ ഞങ്ങളോടുകൂടെ പുറപ്പെടുമെങ്കിൽ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. നീ ഞങ്ങളോടുകൂടെ പുറപ്പെടുമെങ്കിൽ ഞങ്ങൾ ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. നീ ഞങ്ങളോട് കൂടെ പുറപ്പെടുമെങ്കിൽ ഞങ്ങൾ ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും.
ഈ ഭാരതത്തിൽ മലങ്കര സഭയ്ക്ക് വിശേഷതയുള്ളൊരു സമൂഹമായി നിലനിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്തെന്നറിയാമോ പ്രിയമുള്ളവരെ? ഇന്ന് നമ്മൾ ആരുടെ പെരുന്നാൾ ആചരിക്കുന്നോ ആ പിതാക്കന്മാരെ പോലെ ഒരു കൈ ദൈവത്തിന്റെ കയ്യിലും ഒരു കൈ ജനത്തിന്റെ കയ്യിലും പിടിച്ചുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നടത്തിയ ഒരു വലിയ ആത്മീയ അനുഭവം ഇതിന്റെ പുറകിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് സഭയാദ്യ കാലം മുതൽ ദൈവത്തോടൊപ്പം സഞ്ചരിച്ചവരുടെ കൂട്ടമായിരുന്നു. ദൈവത്തോടൊപ്പം സഞ്ചരിച്ചവരുടെ കൂട്ടമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭ എന്ന് പറയുന്നത്. ഇത് ജൂബിലിയുടെ കൺവെൻഷൻ ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു കൺവെൻഷനും അപ്പുറം ഈ രാത്രിയിലെ ചിന്തകളെ ഈ ഒരു ജൂബിലിയുമായി ചേർത്തുകൊണ്ട് ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തോടൊപ്പം സഞ്ചരിച്ചവരുടെ കൂട്ടമായത് കൊണ്ടാണ് ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് ക്രിസ്തീയ സമൂഹം വിശേഷതയുള്ള ഒരു സമൂഹമായി മാറിയത്. ദൈവത്തോടൊപ്പം സഞ്ചരിച്ചവരുടെ കൂട്ടമായത് കൊണ്ടാണ് മലങ്കര സഭയും ഈ ഭാരതദേശത്ത് വിശേഷതയുള്ള ഒരു സമൂഹമായി ഇന്ന് നിലകൊള്ളുന്നതെന്നൊരു ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, പഴയ ഇസ്രയേൽ അപ്രകാരം സഞ്ചരിച്ചവരായിരുന്നു. പുതിയ നിയമത്തിലെ സഭയും ദൈവത്തോടൊപ്പം സഞ്ചരിച്ച സമൂഹമായിരുന്നു. അതുകൊണ്ട് ഈ ജൂബിലി പിന്നിട്ട് ഈ ഭദ്രാസനം മുന്നിലേക്ക് പോകുമ്പോൾ ഈ സഭ എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അതിനെ എല്ലാ സമൂഹത്തെയുമാണ് കേട്ടോ. നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഓരോ ജീവനുള്ള കല്ലുകളാകുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹത്തെ പറ്റിയാണ് ഞാൻ ഈ രാത്രിയിൽ സംസാരിക്കുന്നത്. വിശേഷതയുള്ളൊരു സമൂഹമായി ഈ ജൂബിലി കഴിഞ്ഞുള്ള നമ്മുടെ സഞ്ചാരപഥങ്ങളെ കുറച്ചുകൂടി ശ്രേഷ്ഠമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ, ഒന്ന് പരിശോധിക്കുവാൻ ഈ രാത്രിയിൽ ഞാൻ ആധാരമായി തിരഞ്ഞെടുക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പുതിയ നിയമസഭ, ക്രിസ്തീയ സഭ പുതിയ ഒരു വലിയ ചക്രവാളത്തിലേക്ക്, പുതിയൊരു ദിശകളിലേക്ക് അതിൻ്റെ വളർച്ചകളെ വ്യാപിപ്പിക്കുന്ന സമഗ്രമായ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സഭയെ, ഈ ഭദ്രാസനം വിശേഷതയുള്ളൊരു ഭദ്രാസനമായി, വിശേഷതയുള്ളൊരു സമൂഹമായി ഇവിടെ നിലനിൽക്കുവാൻ തക്കവണ്ണം ആദിമ സഭയുടെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ പറയുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ 4 കാര്യങ്ങൾ വിശേഷതയുള്ളൊരു സമൂഹമായി ഇതിന് ശേഷമുള്ള നമ്മുടെ പ്രയാണത്തെ പരുവപ്പെടുത്തുവാൻ തക്കവണ്ണം 4 കാര്യങ്ങൾ ആദിമസഭയുടെ ജീവചരിത്രത്തിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തെ പുരസ്കരിച്ചുകൊണ്ട് ഈ രാത്രിയിൽ അക്കമിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആദിമസഭയുടെ വളർച്ചയെയും പുരോഗതിയെയും ഏറ്റവും ഗണ്യമായി സ്വാധീനിച്ച 4 സംഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലുണ്ട്. ആ 4 സംഭവങ്ങളെയും നേരിടുവാൻ തക്കവണ്ണം സഭ സ്വീകരിച്ച 4 ദർശനങ്ങളുണ്ട്. ആ ദർശനങ്ങളാണ് സഭയ്ക്ക് പുതിയ ചക്രവാളം നൽകിയത്. സഭയുടെ പുരോഗതിയെ ഗണ്യമായി സ്വാധീനിച്ചത് ഈ 4 സംഭവങ്ങൾ നടന്നപ്പോൾ ജനങ്ങളും നേതൃത്വവും ഒരുപോലെ സ്വീകരിച്ച 4 ദർശനങ്ങളാണ് വിശേഷതയുള്ളൊരു സമൂഹമായി ആദിമസഭയെ ആ കാലഘട്ടത്തിലും പിന്നീട് സഭയുടെ വളർച്ചയിലും സ്വാധീനിച്ചതെന്ന് പറയുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയെങ്കിൽ 4 ഇവന്റ്സ് ആൻഡ് 4 വിഷൻസ്, 4 സംഭവങ്ങൾ, 4 ദർശനങ്ങൾ ജൂബിലി പിന്നിടുന്ന ഈ ഭദ്രാസനത്തിന് വിശേഷതയുള്ളൊരു സമൂഹമായി ഈ ഭാരതഭൂമിയിൽ അതിൻ്റെ സാക്ഷ്യത്തെ നിലനിർത്തി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ആദിമസഭയുടെ ചരിത്രഗതിയെ നിർണയിച്ച 4 സംഭവങ്ങൾ, ആ ചരിത്രത്തെ നേരിടുവാൻ തക്കവണ്ണം നേതൃത്വവും ജനങ്ങളും ഒരുമിച്ചെടുത്ത 4 ദർശനങ്ങൾ ഈ ഭാരതത്തിൻ്റെ ആധുനിക പശ്ചാത്തലത്തിൽ വളരെ ഏറെ സംഗതമായതുകൊണ്ട് ഈ 4 ചിന്തകൾ വളരെ വേഗം പങ്കുവെച്ച് ഈ രാത്രിയിലെ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്, ആദിമസഭയുടെ ചരിത്രം നിർണയിക്കപ്പെട്ട ഒന്നാമത്തെ ദർശനം എന്തായിരുന്നു എന്ന് അപ്പോസ്തലർ 8-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം നോക്കിയാൽ ഞാൻ പറയും. 1, അത് സഹന വഴികളിൽ സുവിശേഷത്തിന് സാക്ഷ്യം നിന്നൊരു സഭയായിരുന്നു. സഹന വഴികളിൽ സുവിശേഷം ഉയർത്തിപ്പിടിച്ച ഒരു സഭയായിരുന്നു. എന്താണ് അതിന്റെ പശ്ചാത്തലം? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ ആദ്യം വിവരിക്കുന്ന സംഭവം, ദ ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം സഭ നേരിട്ട കൊടിയ പീഡനമാണ്, കൊടിയ പേഴ്സിക്യൂഷനാണ്. സ്തേഫാനോസ് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രസംഗിച്ചു.
അവൻ രക്തസാക്ഷിയായി തീർന്നു കഴിഞ്ഞപ്പോൾ അതുവരെയുള്ള സഭയുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിരുന്ന ഒരു സമൂഹം സഭയെ അടിക്കുവാൻ നോക്കിയിരുന്നത് പോലെ അതിക്രൂരമായ പെർസിക്യൂഷൻ അത് അവിടെ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, അന്ന് യെരുശലേമിലെ സഭയ്ക്ക് 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ സ്തെഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. 4-ാം വാക്യം, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ദോസ് ഹു ഹാഡ് ബീൻ സ്കാറ്റേർഡ് preached the word of God. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. പ്രിയമുള്ളവരെ, ചെറിയ പീഡനമായിരുന്നില്ല ശൗലിന്റെ നേതൃത്വമുള്ള പീഡനത്തെ പറ്റി അവിടെ പറയുന്നത്. വീട് കയറി അടിച്ചു, ഓരോ വീട്ടിലും കയറി ക്രിസ്ത്യാനിയെ അടിച്ചു, സ്ത്രീകളെ ബലാത്കാരം ചെയ്തു. അത്രമാത്രം പെർസിക്യൂഷന്റെ അനുഭവത്തിൽ പോയപ്പോൾ ജനം ചിതറി ഓടുകയാണ്. മൈഗ്രേഷൻ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ പോയിടത്തൊക്കെ സഭ വളർന്നതിന്റെ കാരണം സഭ അതിലെടുത്ത നിലപാടാണ്. സഭ എന്ന് പറയുന്ന നേതൃത്വമല്ല, സാധാരണ ജനങ്ങൾ അടി കൊണ്ടപ്പോൾ വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചു. എല്ലാ സഹനങ്ങളുടെ മധ്യത്തിലും സുവിശേഷത്തിന് സാക്ഷ്യം നിന്ന ഒരു സഭയായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഇന്ന് കൂടുതൽ അർത്ഥവത്താകുന്നത്? ഇതിനു മുമ്പ് നടന്ന മീറ്റിംഗിൽ എല്ലാ തിരുമേനിമാരും വളരെ ഗൗരവപൂർവ്വം ഇന്ന് ഭാരതത്തിൽ ഞാൻ ഇന്നിത് എടുക്കുവാനുള്ള കാരണത്തിന്റെ സാങ്കത്യത്തെ പറ്റി വളരെ വ്യക്തമായി ഓരോ ബിഷപ്പുമാരും സംസാരിക്കുകയുണ്ടായി. നമ്മുടെ തന്നെ ആധികാരികമായ രേഖകൾ വെച്ച് പറഞ്ഞാൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് തന്നെ ഈ വർഷത്തിൽ ആദ്യത്തെ 6 മാസം 313 അറ്റാക്കുകളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ 6 മാസങ്ങളിൽ 313 അറ്റാക്കുകൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഭാരതത്തിലുണ്ടായെങ്കിൽ പെർസിക്യൂഷൻ ഈസ് നൗ എ റിയാലിറ്റി ഇൻ അവർ മിഡ്സ്റ്റ്. ഈ 50 വർഷം നമ്മൾ മുന്നോട്ട് പോയതുപോലെ ആയിരിക്കുകയില്ല നോർത്ത് ഇന്ത്യയിലെങ്കിലും ഇനിയുള്ള കാലഘട്ടങ്ങളിലെ മിനിസ്ട്രി എന്നുള്ളത് വളരെ സംഘതമാണ്. അവിടെ എങ്ങനെയാണ് വിശേഷതയുള്ളൊരു സമൂഹമായി നമുക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? അവിടെയാണ് ആദിമസഭ കാട്ടിത്തന്ന ഉദാത്തമായ മാതൃകയുണ്ടല്ലോ. അവിടെ പറയുന്ന അടികൊണ്ട് ഓടിയതാണ്. പക്ഷെ ഓടിയിടത്തൊന്നും സുവിശേഷത്തിന്റെ ഒരു വിത്ത് പോലും പാഴായി പോകുവാൻ അവർ സമ്മതിച്ചില്ല. പോയിടത്തൊക്കെ സുവിശേഷം ഉയർത്തിപ്പിടിച്ച ഒരു സഭയായിരുന്നു. ഭാരതത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ വന്ന ഏറ്റവും ഭീതിതമായ ഒരു വാർത്ത സിസ്റ്റർ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെ അറസ്റ്റ് ആയിരുന്നു ഛത്തീസ്ഗറിൽ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അത് യാഥാർത്ഥ്യമല്ല എന്ന നിലയിൽ നമുക്ക് നമ്മുടെ സഭാ ശുശ്രൂഷകളെ കാണുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ആദിമ നൂറ്റാണ്ടുകളിലെ പീഡനത്തെ പറ്റി ആധികാരികമായി എഴുതിയിട്ടുള്ള സഭാപിതാവാണ് തെർത്തുല്യൻ. തെർത്തുല്യന്റെ റോമിലെ സഭ നേരിട്ട പീഡനത്തെ പറ്റി അപ്പോളജറ്റിക്സിൽ അദ്ദേഹം എഴുതുന്ന ഒരു കാര്യമുണ്ട്. വേറെവർ ദേർ വാസ് എ പ്രോബ്ലം ഇൻ ദ സിറ്റി. അദ്ദേഹം പറയുകയാണ്, ആ കാലഘട്ടത്തിൽ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം പുറപ്പെട്ടാൽ പെട്ടെന്നൊരു റൂമറങ് ഉണ്ടാകും. ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ക്രിസ്ത്യൻസ്. ക്രിസ്ത്യാനികൾ കാരണമാണെന്നൊരു റൂമറങ് ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പല കുറ്റകൃത്യങ്ങൾ ചെയ്തവർ അന്ന് ജയിലിൽ കാണും. പക്ഷെ ക്രിസ്ത്യാനികളായ ഞങ്ങളെല്ലാവരും ജയിലിൽ പോകേണ്ടി വന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അതെന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ക്രിസ്ത്യാനികളായി എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെയാണ് ക്രിസ്തു പറഞ്ഞ ആ വാക്കുകളുടെ ആഴമുള്ളത്. നാമനിമിത്തം സകലരും നിങ്ങളെ ദുഷിക്കും. എന്റെ നാമനിമിത്തം സകലരും നിങ്ങളെ ദുഷിക്കും. എന്നാൽ ക്രിസ്തു പറഞ്ഞു, വലിയ പ്രതിസന്ധികൾ ലോകത്തിനുണ്ടാകും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ തല ഉയർത്തി നോക്കണം. കാരണം രക്ഷ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആദിമസഭ ചെയ്തത് അതാണ്. അനവധി പ്രതിസന്ധികൾ ഉണ്ടായി, തല്ലുകൊണ്ടു, അവന്റെ നാമനിമിത്തം അവർ ദുഷിപ്പിക്കപ്പെട്ടു. പക്ഷേ അതിന്റെ മധ്യത്തിൽ അവർ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ സ്വപ്നം കാണുകയും അതിനുവേണ്ടി തല ഉയർത്തുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നു. പക്ഷേ ക്രിസ്തീയതയെ അവിടെയും വ്യത്യസ്തമാക്കി നിർത്തിയത് എന്താണെന്ന് ഓർക്കണം. നമ്മൾ പറയും, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? പ്രതികരണമാണ്. നിങ്ങൾ ഓർക്കണം, ആദ്യം മുതലേ ഇങ്ങോട്ട് തല്ലിയവനെ സംഘടിച്ച് തിരിച്ചു തല്ലിയിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തീയ സഭ ലോകത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ക്രിസ്തീയ സഭ വളർന്നതിന്റെ കാരണം തിരിച്ചു തല്ലിയതല്ല. കാരണം
ആദിമ സഭയ്ക്കുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. സഭ എന്താണ്? സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ വൂണ്ടഡ് ബോഡി. മുറിവേറ്റ സഭയാണ്, മുറിവേറ്റ ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരം മുറിവേറ്റ ശരീരമാണെങ്കിൽ അവന്റെ രക്ഷയുടെ സുവിശേഷത്തിന് വേണ്ടി ഏൽക്കുന്ന ഓരോ മുറിവും സഭയ്ക്ക് അലങ്കാരമാണ്. അത് വളരെ കൃത്യമായി നമുക്കറിയാം. മാർത്തോമാ സഭയിലെ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനും കൺവെൻഷൻ പ്രസംഗനുമാണ് മോത്തി വർക്കേശൻ. അച്ഛൻ ഈ അടുത്ത സമയത്ത് ഇതിനെപ്പറ്റി പറഞ്ഞ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, നമുക്ക് കൃത്യമായൊരു അവബോധം ഉണ്ടാകണം. വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, നോട്ട് ദ ബോഡി ഗാർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. അത് അച്ഛൻ കുറച്ചുകൂടി വിശദമാക്കുന്നുണ്ട്. കർത്താവിനെ പിടിക്കാൻ വന്ന രാത്രിയിൽ, ക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ ആ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി ഉടവാൾ കൊണ്ട് വെട്ടിക്കളയുന്നുണ്ടല്ലോ. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വാൾ ഉറയിലിടുക. നമ്മൾ ആശ്രയിക്കേണ്ട പ്രതിസന്ധികൾ മുന്നിൽ വന്നു നിൽക്കുമ്പോഴും ഉടവാളിലല്ല, ഉടയോനിലാണ് എന്ന ആഴമായ ബോധ്യമുണ്ടാകണം. ബിക്കോസ് വി ആർ ദ വൂണ്ടഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതിലേക്ക് എത്തുവാനുള്ള മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു സഭ അതിന്റെ സാക്ഷ്യം നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ സഭ അതിന്റെ മുറിവുകളെ ധ്യാനിക്കണം. വന്ന വഴികളിലെ മുറിവുകളെ ധ്യാനിക്കുക എന്നാൽ ദൈവം നടത്തിയ വിധങ്ങളെ ധ്യാനിക്കുക എന്നാണ് അർത്ഥം. ഈ ഭദ്രാസനം 50 വർഷം പിന്നിടുമ്പോൾ എല്ലാവരെയും ആദരിക്കുകയാണ്, വന്ന വഴികളെ ഓർക്കുകയാണ്. ഈ പിതാക്കന്മാരുടെ ഓർമ്മ അവരേറ്റ സഹനങ്ങൾക്കുള്ള നമ്മുടെ പ്രാർത്ഥനാ പുഷ്പമാണ്. എത്ര പേർ, എൻ്റെ പിതാവും 40 വർഷം നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തൊരു ഒരപ്പന മകനാണ് ഞാൻ. ജബൽപൂരിലും നാഗ്പൂരിലും ഝാൻസിയിലും ഒക്കെയായി റെയിൽവേയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ പപ്പ ഓരോ തവണയും അവധിക്ക് വന്നിട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അപ്പനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാവുന്ന ഒരു സ്ഥലം സ്ഥിരമായി അപഹരിച്ചുകൊണ്ടിരുന്നത് ഒരു വേദപുസ്തകവും ഒരു കുർബാനക്രമവുമാണ്. അങ്ങനെ അവർക്ക് കൊണ്ടുപോകാമായിരുന്ന ഉപ്പേരിയുടെയും വെളിച്ചെണ്ണയുടെയും സ്ഥലത്ത് വേദപുസ്തകവും കുർബാനക്രമവുമായി സഞ്ചരിച്ച് ആ കാലഘട്ടത്തിൽ ഇവിടെ വന്ന ഒരുപാട് മനുഷ്യർ ദൂരെ നിന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. ഇത് അവരുടെ സഹനങ്ങളുടെ, കഷ്ടതകളുടെ ഒരു മൂർത്തീഭാവമാണ് ഈ ജൂബിലിയിൽ നമ്മൾ ആചരിക്കുന്നത്. മുറിവുകളെ ധ്യാനിക്കുന്ന ഒരു സഭയും തളർച്ചയെ നേരിടുകയില്ല. പക്ഷെ കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങുന്ന എല്ലാ സഭകളും തളർച്ച നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പേഴ്സിക്യൂഷന്റെ മധ്യത്തിലും സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രായമായ അച്ഛന്മാർക്ക് വളരെ കഷ്ടപ്പാടുകൾ അവർ വെച്ച പള്ളികളെ പറ്റിയുള്ള ഓർമ്മകൾ ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. അവരുടെ കണ്ണുനീരുകൾ, അവരുടെ അധ്വാനങ്ങൾ, അവരുടെ മുറിവുകൾ ധ്യാനിക്കുന്ന ഒരു സഭയ്ക്കും പിന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയുകയില്ല. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആദിമസഭയും അതിലാണ് നിലകൊണ്ടത്. കാൾബാത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു വിളംബരക്കാരനെ പോലെ സന്ദേശം നൽകുവാൻ സഭ ഓടി നടക്കണം. മുതുകിൽ സുരക്ഷിതത്തിന്റെ കിരീടവും പേറി ഇടയ്ക്കിടെ പത്രമാധ്യമങ്ങളിൽ പരസ്യത്തിനായി മാത്രം സുരക്ഷിത കൂടാരങ്ങളിൽ നിന്ന് തല നീട്ടി പിന്നീട് പിൻവലിയുന്ന ഒച്ചിനെ പോലെ ലോകത്തിൽ സഞ്ചരിച്ചാൽ പോരാ. ഞാൻ അതിനിങ്ങനെ വ്യാഖ്യാനം നൽകുന്നു. ചർച്ച് ഷുഡ് സ്റ്റാൻഡ് ഫോർ ഗോസ്പൽ, നോട്ട് ഫോർ ന്യൂസ്. സഭ നിലനിൽക്കേണ്ടത് സുവിശേഷത്തിന് വേണ്ടിയാണ്, വാർത്തകൾക്ക് വേണ്ടിയാകരുത്. വാർത്തകൾ സൃഷ്ടിക്കുവാൻ എല്ലാവർക്കും കഴിയും. സഭയുടെ ഉത്തരവാദിത്വം വാർത്തകളിൽ നിറയുക എന്നുള്ളതല്ല, സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. ഒരു ഇമേജും PR വർക്ക് കൊണ്ട് ഉണ്ടാവുകയില്ല. വേദപുസ്തകം നമ്മളോട് പറയുന്ന PR, എ പേഴ്സണൽ റിക്രിയേഷൻ ഓഫ് ദ പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ് എന്നുള്ളതാണ്. അതാണ് PR. ഓരോ വ്യക്തിയും അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും ക്രിസ്തുവിന്റെ ശുശ്രൂഷകളെയും മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ് PR. അങ്ങനെ ചെയ്യുന്ന ഒരു സഭയ്ക്കും തളർച്ച ഉണ്ടാവുകയില്ല. അല്ലാതെ ന്യൂസ് മേക്കേഴ്സ് ആയിട്ട് മാറുവാൻ തക്കവണ്ണമല്ല സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം അർത്ഥപൂർണമാകണമെങ്കിൽ നാം സുവിശേഷത്തിന്റെ സാക്ഷികളായി മാറണമെന്നുള്ള കാര്യത്തിന് ഒരുപാട് വില കൊടുത്ത ഒരുപാട് മനുഷ്യർ ഇതിനുണ്ട്. ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇത് നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് അതിന്റെ കോണ്ടെക്സ്റ്റിലുള്ളൊരു കാര്യം മാത്രം പറയാം. നമുക്കറിയാമല്ലോ സുവിശേഷ ജീവിതത്തിലേക്ക് വന്ന സാധു സുന്ദർ സിംഗിനെ പറ്റി. അദ്ദേഹം എഴുതിയതാണെന്ന് പരക്കെ മറ്റഭിപ്രായങ്ങളുണ്ടെങ്കിലും പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്. അതേതാണെന്ന് അറിയാമല്ലോ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ആ ഗാനത്തിനൊരു ഉത്ഭവത്തിനൊരു കാരണമുണ്ട്. അതൊരു ക്രിസ്ത്യാനിയുടെ, ഭാരതത്തിൽ ക്രിസ്തീയ ജീവിതം ആദ്യമായി സ്വീകരിച്ച നോർത്ത് ഈസ്റ്റിൽ അന്നത്തെ മേഘാലയയിൽ ഉണ്ടായിരുന്ന ഗ്യാരോ ട്രൈബിൽപ്പെട്ട
ഒരു മനുഷ്യൻ അന്നത്തെ ഒരു അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷണറിയിൽ നിന്നും ക്രിസ്ത്യാനിയായി മാറി. അദ്ദേഹം ക്രിസ്ത്യാനിയായി മാറിയത് അവിടുത്തെ ഗ്രാമത്തലവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ കുടുംബവും ക്രിസ്ത്യാനികളായി മാറിയെന്നറിഞ്ഞപ്പോൾ അവരെ കൊല്ലുവാൻ തക്കവണ്ണം തീരുമാനിച്ചിട്ട് പിടിച്ചു നിർത്തി, ഈ വിശ്വാസത്തെ ത്യജിച്ചു കളയണം, ഇല്ലെങ്കിൽ മക്കളെയും ഭാര്യയും എല്ലാം കൊന്നുകളയും, നിന്നെയും അമ്പെയ്ത് കൊയ്കളയുമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ വായിൽ നിന്ന് അവസാനം വാക്കുകളാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. അത് കഴിഞ്ഞ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വരികളാണ് അതിന്റെ അടുത്ത വരി, ദ വേർഡ് ബിഹൈൻഡ് മീ, ദ ക്രോസ് ബിഫോർ മീ, ദ നോ ടേണിംഗ് ബാക്ക്. എന്റെ മുമ്പിൽ കുരിശ് മാത്രമേ ഉള്ളൂ, ലോകം എന്റെ പിമ്പിലാണ്. അവിടെ നോ ടേണിംഗ് ബാക്ക്. ഈ വിശ്വാസ ജീവിതത്തിൽ മരണം മുന്നിൽ വന്നു നിന്നാലും പുറകോട്ടൊരു പോക്കില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് സഹനങ്ങൾ ഏൽക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ കാണണം. കാരണം നമ്മുടെ മുമ്പിലുള്ള ആധുനിക ഭാരതത്തിന്റെ പശ്ചാത്തലം അതാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ ആദിമസഭയുടെ പോയിടത്തൊക്കെയും അവർ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്ന സുവിശേഷത്തിന്, സഹന വഴികളിൽ സുവിശേഷത്തിന് സാക്ഷി നിന്ന അവബോധം നമ്മുടെ ജീവിതങ്ങളെയും ആഴങ്ങളിൽ ഭരിക്കേണ്ടത് ഏറെയേറെ ആവശ്യമാണ്. ഇത് സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളിലുമുണ്ട് പ്രിയമുള്ളവരെ. സഭയെന്ന നിലങ്ങളിൽ മാത്രം പോട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സഹനങ്ങളിലും, ഞാനൊരു പേഴ്സണൽ ഡയമെൻഷൻ കൂടി അതിനെ കൊണ്ടുവരുവാനാണ് അത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ, അനുദിന സഹനങ്ങളിലും ഈ സുവിശേഷം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടങ്ങളിലും അത് ചെയ്തിട്ടുള്ള മനുഷ്യരെ വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ക്യാൻസറിന് കീമോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ ആ കീമോ വാർഡിൻ്റെ വാതിക്കൽ പരിമലയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ അതിൻ്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ICUവിൽ നിന്നൊരു 26 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കയ്യിൽ വേദപുസ്തകവും മറുകൈയിൽ ഒരു ജപമാലയുമായി ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് ഈ ICUവിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം അന്ന് എനിക്ക് വളരെ സങ്കടമുള്ളൊരു ദിവസമായിരുന്നു. കാര്യം ആദ്യമായിട്ട് 3 കീമോ കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ മുടിയൊക്കെ അന്ന് ആശുപത്രി പോകാൻ വേണ്ടി ചീകിയപ്പോൾ പൂർണ്ണമായിട്ട് ഏതാണ്ട് ഒരു 60% മുടി കൈവന്നപ്പം മമ്മി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് ഇത് പോകുമെന്ന് ഞാൻ കരുതിയില്ല മോനെ എന്ന് പറഞ്ഞപ്പം സർ അച്ഛനായിട്ട് ഇതൊക്കെ പ്രസംഗിക്കുന്ന ആളായിട്ട് ഞാൻ വല്ലാതെ തളർന്നു പോയ ഒരു നിമിഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊച്ചി കരഞ്ഞുകൊണ്ടിറങ്ങി വരുമ്പോൾ ഞാൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ അവൾ വല്ലാതെ 100-200 പേരവിടെ നോക്കി നിൽക്കുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ വളരെ അലമുറയിട്ട് കരഞ്ഞുവെങ്കിലും അവൾ അത് കരച്ചിലിനിടയ്ക്ക് അവൾ വേദപുസ്തകം തുറക്കും, വേദപുസ്തകം വായിക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം ജപമാല ചൊല്ലും. ഇവിടെ ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാകണം അവിടെ കൂടെ വന്ന് അവിടെ അപ്പൻ എൻ്റെ അടുക്ക് വന്ന് പരിചയപ്പെടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവൾക്ക് നല്ലതുപോലെ ഇവിടെ ഭർത്താവും ഇവർക്ക് 2 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അവർ വിദേശത്തായിരുന്നു. 2 മാസം മുമ്പ് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ വയറ്റിലൊരു ചെറിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് വന്നതാണ്. അവർ സംശയം നാട്ടിൽ വന്ന് നോക്കിയപ്പം അത് ക്യാൻസറാണ്. ഡെഡ്ലി ആയിട്ടുള്ളൊരു സാഹചര്യങ്ങളിലായി 35 ലക്ഷം രൂപയോളം കിംസിലായി. അത് കഴിഞ്ഞ് വലിയ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ പരിമലയിൽ വന്നു. ഈ 2 ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു തുകയായി. അപ്പോൾ ഇപ്പം ഡോക്ടർമാർ വിളിച്ചിട്ട് മുറിയിലോട്ട് നമുക്ക് മാറ്റാം, ആരെങ്കിലും ഒക്കെ കാണിക്കണമെങ്കിൽ കാണിച്ചോളൂ എന്ന് അവളോട് പറഞ്ഞപ്പം അതുകൊണ്ടാണ് അവൾ ഇത്രയും പൊട്ടിക്കരയുന്നത്. ആ മനുഷ്യൻ എന്നോട് ഇത് വന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ അവളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് കരുതിയാകാം. പക്ഷേ എനിക്ക് വലിയ പ്രയാസത്തിന് അനുഭവത്തിലായതുകൊണ്ട് എന്ത് പറയും. അവൾക്ക് വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയാണ്, ആദ്യം മുതൽ ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു റിയാലിറ്റിയിൽ അല്ലാത്തൊരു ആശ്വാസവാക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഏതാണ്ട് 2-3 മണിക്കൂർ ഈ സമയത്തെല്ലാം അവൾ ഈ വേദപുസ്തകം തുടർന്ന് വായിക്കും, ജപമാല ചൊല്ലും. അതിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബഹുജാതികളിൽപ്പെട്ടവർ ചുറ്റും നിൽക്കുന്നുണ്ട്. അവൾ അതൊന്നും നോക്കുന്നതേ ഇല്ല. അത് ഞങ്ങളൊക്കെ ഒഴിഞ്ഞ സമയത്ത് ഞാൻ അവിടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോളെ ഇതുപോലെ ഈ ഒരു സാഹചര്യമാണല്ലോ ദൈവം നിനക്ക് ദാനമായി തന്നതാണ്. എന്നിരുന്നാലും നമ്മളെ ദൈവഹിതത്തിന് വേണ്ടി ഒരുങ്ങണം. ഡോക്ടേഴ്സ് നിന്നോടെല്ലാം പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ദൈവഹിതം വെളിപ്പെടുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ തൊക്കൊണ്ട് ദൈവം നിനക്ക് ശക്തി നൽകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവൾ പെട്ടെന്ന് അവിടെ മാസ്ക് ഒന്ന് മാറ്റിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഡോക്ടർമാർ പറയുമായിരിക്കും എൻ്റെ ചായൻ ഇന്നോ നാളെയോ പോകുമെന്ന്, പക്ഷെ ലാസറിനെ ജീവിപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് അച്ഛാ, ഇന്നും ജീവിക്കുന്നുണ്ട് അച്ഛൻ. നിങ്ങൾ ഓർക്കണം, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞു, ബാക്കി എല്ലാവരും പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി 26-ാം വയസ്സിൽ അവളുടെ ചുറ്റും അവളുടെ മുമ്പിൽ കട്ട അന്ധകാരമാർത്ത മാത്രമാണെന്ന് ബോധ്യമുള്ളൊരു സമയത്തും എല്ലാവരുടെയും മുമ്പിൽ അവളുടെ വചനത്തെയും സുവിശേഷത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു അനുഭവം, അത് വലിയ പ്രത്യാശ നൽകുന്നതാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതാനുഭവം ഇതിൻ്റെ 2ാം ഭാഗമുണ്ട്. പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, മറ്റൊരവസരത്തിലാകാം. പ്രിയമുള്ളവരെ, ആദിമസഭ വിശേഷതയുള്ളൊരു സമൂഹമായി ആ ലോകത്തിലും ഇന്ന് പിന്നീട് മാറിയതിൻ്റെ 1ാമത്തെ കാരണം പോയ ഇടങ്ങളിലൊക്കെ വേറെവർ ദേ സ്കാറ്റ് അടികൊണ്ടോടിയതാണ്. അടികൊണ്ടോടിയപ്പോഴും സുവിശേഷത്തിന് സാക്ഷ്യം നിന്ന ഒരു സഭയാണ്.
ഇവിടെ സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ജൂബിലി കഴിഞ്ഞുള്ള പ്രയാണകാലങ്ങളിൽ തീർച്ചയായും ഉണ്ടാകും പ്രിയമുള്ളവരെ. അവിടെയുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ് നമുക്ക് വ്യത്യസ്തത നൽകുന്ന ഒരു ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം. സമയപരിമിതി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം രണ്ടാമത് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു പുതിയ ദർശനം എന്ന് പറയുന്നത്, ഞാൻ പറയും, അത് മുറിവുണക്കി അതിരുകളെ വിശാലമാക്കിയ ഒരു സഭയായിരുന്നു. മുറിവുകൾ ഉണക്കി അതിരുകളെ വിശാലമാക്കിയ ഒരു സഭയായിരുന്നു. ഒന്നാമത് സഹന വഴികളിൽ സുവിശേഷത്തിന് സാക്ഷ്യം നിന്ന സഭയാണെങ്കിൽ, രണ്ടാമത് അത് മുറിവുകൾ ഉണക്കി അതിരുകൾ വിശാലമാക്കിയ ഒരു സഭയായിരുന്നു. എന്താണത് പറയാനുള്ള കാരണം? 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ വലിയ സംഭവം, ആദിമസഭയുടെ ചരിത്രഗതി, മനോഗതി തന്നെ മാറ്റിമറിച്ച രണ്ടാമത്തെ വലിയ സംഭവം എന്താണെന്നറിയാമോ? അത് 5-ാം വാക്യം മുതൽ പറയുകയാണ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. മുടന്തരും പലരും സൗഖ്യം പ്രാപിച്ചു. അടുത്ത വാക്യം, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. 12-ാം വാക്യം, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിനെയും നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷാരവും സ്ത്രീകളും സ്നാനമേറ്റു. ആദിമസഭയുടെ ഗതി തന്നെ മാറ്റിമറിച്ച രണ്ടാമത്തെ സംഭവം അത് ശമരിയയുടെ മനസാന്തരമാണ്. അതെന്താണ് മുറിവുണക്കുന്ന ശുശ്രൂഷയെന്ന് ഞാൻ പറഞ്ഞതെന്ന് ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. ക്രിസ്തുവിൻ്റെ കാലം മുതൽ, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ, പഴയ നിയമ പശ്ചാത്തലം മുതൽ തന്നെ അന്നത്തെ സമൂഹത്തിൽ സാമൂഹികമായും മതപരമായും വർഗപരമായും ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ആര്? ശമരിയർ. അവർക്കെങ്ങും പൊതുസമൂഹത്തിലൊരു ഇടമുണ്ടായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അത് പരാമർശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ക്രിസ്തു ശമരിയാക്കാരിയോടുള്ള സംസാരം അവസാനിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്: ഇപ്പോൾ തന്നെ നിലങ്ങൾ കൊയ്ത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. പക്ഷെ ക്രിസ്തുവിൻ്റെ കാലത്തോ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കൊണ്ടോ ശമരിയർ മാനസാന്തരപ്പെട്ടിരുന്നില്ല. ശമരിയയുടെ മാനസാന്തരം സാധ്യമാകുന്നത് ആരുടെ കാലത്തിലാണ്? ആരുടെ ശുശ്രൂഷയിലാണ്? ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിലാണ്. നമുക്കറിയാം, ഫിലിപ്പോസ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ട സഭാ ശുശ്രൂഷയുടെ ഉദാത്തമായ മാതൃകയാണ്. സ്തേഫാനോസിനോടൊപ്പം ശമ്മാശ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഫിലിപ്പോസ് സ്തേഫാനോസിന്റെ മരണം കണ്ടയാളാണ്. സ്തേഫാനോസിന്റെ മരണം കണ്ട ഫിലിപ്പോസിന് വേണമെങ്കിൽ ശുശ്രൂഷയിൽ നിന്ന് പേടിച്ചോടാമായിരുന്നു. പക്ഷെ നമ്മൾ കാണുന്നു, സ്തേഫാനോസ് മരിച്ചു എന്ന വാക്ക് കേട്ടപ്പോൾ ഫിലിപ്പോസ് ആ സുവിശേഷത്തിന്റെ അഗ്നിയുമായി ഓടുകയാണ്. അത്രമാത്രം ധൈര്യത്തോടെ ഫിലിപ്പോസിന്റെ പുതിയ കാലത്തിന്റെ ശുശ്രൂഷ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് മറ്റാരാലും സാധ്യമാകാത്ത ശുശ്രൂഷ ഫിലിപ്പോസിനെ കൊണ്ട് ശമര്യരെ നേടിയെടുക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്, മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞത്? ഞാൻ പറയും, സ്തേഫാനോസും ഫിലിപ്പോസും ഒക്കെ ആദ്യം ചെയ്ത ശുശ്രൂഷ തന്നെ മുറിവുണക്കുന്ന ശുശ്രൂഷയായിരുന്നു. എന്തിനാണ് ശമ്മാശന്മാരെ ആദ്യ സഭയെ തിരഞ്ഞെടുത്തത്? അതിന്റെ കാരണം എന്തായിരുന്നു? നമുക്കറിയാം, എബ്രായരായ വിധവമാർ, യവനായക്കാരുടെ വിധവമാരെ ശുശ്രൂഷയിൽ ആഹാരം പങ്കിടുന്നതിൽ ന്യായമായി അവരെ ചേർത്ത് നിർത്തുന്നില്ല എന്ന ഭാഷയുടെ പേരിലുണ്ടായ വലിയ വിവേചനം, അല്ലെങ്കിൽ ജാതിയുടെ പേരിലുണ്ടായ വലിയ വിവേചനം, ആ വിവേചനത്തെ ആത്മാവും ജ്ഞാനവും കൊണ്ട് പരിഹരിച്ചവരാണ് ആര്? ആദ്യ കാലഘട്ടങ്ങളിലെ ശമ്മാശന്മാർ. അവരുടെ പുതിയ രീതിശാസ്ത്രത്തിലുള്ള സഭാ ശുശ്രൂഷ ശമര്യരെ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ വളരെ മുറിവേറ്റിരുന്ന ഒരു സമൂഹം മുറിവുകൾ ഉണക്കി സഭയോട് ചേർത്ത് നിർത്തുവാൻ ആർക്ക് കഴിഞ്ഞു? അന്നത്തെ നേതൃത്വത്തിന് കഴിഞ്ഞു. ഇത് ഈ കാലഘട്ടത്തിൽ അന്നത്തേതിനേക്കാൾ വളരെ പ്രസക്തമാണ് എന്നോർക്കണം. എന്നെ അതിൽ ഏറ്റവും സ്വാധീനിച്ച വാക്യം ഇതാണ്: ആ പട്ടണത്തിലൊക്കെയും അന്ന് വലിയ, ബാക്കി എന്താ എന്ന് പറഞ്ഞു നിർത്തിയൊരു വാക്യമാണ്. ശമര്യരെ പറ്റി പറഞ്ഞതാണ്. ഫിലിപ്പോസിന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ആ പട്ടണത്തിലൊക്കെയും അന്ന് വലിയ സന്തോഷമുണ്ടായി. സഭയുടെ ശുശ്രൂഷ അത് അധിവസിക്കുന്ന ഇടങ്ങളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, അധസ്ഥിതർക്ക് സന്തോഷം നൽകുന്ന അനുഭവമാകണം. എപ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്? രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ്. നമ്മൾ അധിവസിക്കുന്ന ഇടങ്ങളിൽ അനീതി ഉള്ളപ്പം നമുക്ക് സന്തോഷമുണ്ടാവുകയില്ല. അനീതി മാറണം. രണ്ട്,
മുറിവുകൾ ഉണങ്ങണം. ഇതിന്ന് രണ്ടും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇടം ഏതാണെന്നറിയാമോ? ഒന്ന് നമ്മുടെ കുടുംബവും, രണ്ട് സഭയുമാണ്. ആത്മീയ മണ്ഡലങ്ങളിലാണ് അനീതിയും. ഇന്ന് മുറിവുകൾ ഉണക്കുന്ന ഇടങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ മുറിവുകൾ ഉണക്കുന്ന ഇടങ്ങളാകേണ്ടതാണ്. ഇന്ന് പരസ്പരം കുത്തി മുറിവേൽപ്പിക്കുന്ന ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങളും മാറിപ്പോകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ആദിമ സഭയുടെ ബഡ്ജറ്റ് പോലും ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. നോക്കൂ, ആദിമ സഭയുടെ ആദ്യ ബഡ്ജറ്റിനെ പറ്റി ഒരു വരി അപ്പോസ്തലത്തിൽ എഴുതിയെന്നുണ്ടല്ലോ. അവർക്കിടയിൽ മുട്ടുള്ളവൻ ആരുമുണ്ടായിരുന്നില്ല. ആ സഭയുടെ ബാലൻസ് ഷീറ്റാണ്. അവർക്കിടയിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിൽ പരം ഒരു സുവിശേഷത്തിന്റെ സാക്ഷ്യം എന്താണ്? ഇന്ന് നമ്മുടെ എത്ര പള്ളികളുടെ ബഡ്ജറ്റ് അതനുസരിച്ച് സാധ്യമാണ്. ഞാൻ സഭാകേന്ദ്രത്തിൽ 12 വർഷം ജോലി ചെയ്ത ഒരാളാണ്. പലയിടത്തു നിന്നുള്ള പരാതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ, അല്ലാതെ ഞാൻ സൃഷ്ടിച്ചെടുത്ത് പറയുന്നതല്ല. നമ്മുടെ പലയിടത്തും പല ബഡ്ജറ്റുകളും അങ്ങനെയല്ല. മിഷൻ സൺഡേക്ക് ഒരു പള്ളി ബഡ്ജറ്റ് ചെയ്യുന്നത് 7,000 രൂപയാണെങ്കിൽ അതേ പള്ളി പെരുന്നാളിൻ്റെ ഫ്യൂഷന് വേണ്ടി 35,000 രൂപ ബഡ്ജറ്റ് ചെയ്യും. അത് സമൂഹത്തിന് നൽകുന്ന സാക്ഷ്യം എന്താണ്? എന്ത് സാക്ഷ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവുക? അതിനേക്കാൾ അപ്പുറം മറ്റൊരു സംഭവം ഞാൻ പറയാം. ഒരു പള്ളിയിൽ സ്ഥലം 2 റോഡുകൾ കൂട്ടിമുട്ടുന്ന, അതായത് പള്ളിയുടെ ഒരു മുനമ്പ്, ഒരു അതിരെന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ പോലെയാണ്. ഈ 2 സൈഡിൽ കൂടെയും വാഹനങ്ങൾ വരുന്ന വഴികളാണ്. അപ്പം ഇതിങ്ങനെ കൂർത്തിരിക്കുന്നത് കൊണ്ട് ഈ 2 സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഈ വണ്ടികൾ വരുന്നത് കാണാൻ പറ്റുകയില്ല. എപ്പോഴും അവിടെ ഇടിയുക, വാഹനങ്ങളുടെ ആക്സിഡൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ആളുകളും ഒക്കെ വന്നിട്ട് പള്ളിയിലെ വികാരി അച്ഛനോട് പറഞ്ഞാൽ, ഈ പള്ളി ഈ കൂർത്തിരിക്കുന്ന ആ ഒരു 1/2 സെൻറ്റ് സ്ഥലം ഒന്ന് വളച്ചൊന്ന് കർവ് പോലെ ആക്കി അങ്ങ് വിട്ടു തന്നാൽ അവിടുത്തെ ഈ ആക്സിഡൻ്റ് ഒന്ന് ഒഴിവാകും എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് സ്വീകരിച്ചു. അപ്പോൾ പള്ളിയുടെ സ്ഥലമൊക്കെ കൊടുക്കുന്ന കാര്യമല്ലേ, പൊതുയോഗത്തിൽ വെച്ചപ്പം ആ പൊതുയോഗം, നിങ്ങൾ ഓർക്കണം, ഒരു സമൂഹം മുഴുവൻ നോക്കി നിൽക്കുക എന്ത് തീരുമാനമാണ് ഈ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞത്, അനീതി മാറ്റി സന്തോഷം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുള്ളപ്പോൾ, അല്ലെങ്കിൽ സഭയുടെ ഉത്തരവാദിത്വം അതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് എന്താണെന്നുള്ളതാണ് വിപരീത സാക്ഷ്യമാണ്. ആ പള്ളി പൊതുയോഗം കൂടി തീരുമാനിച്ചാണെന്നറിയാമോ? ഒരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞു, പള്ളിക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ആംബുലൻസ് മേടിച്ചിടാം. എന്താ കാര്യം? അവിടെ എന്നും ഇടി നടക്കണം. ഇടി നടക്കുമ്പം ഉടനെ തന്നെ പള്ളി നിന്നുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസും. അപ്പം അവിടെ ഇടി നടക്കുകയും ചെയ്യും, പള്ളിക്കൊരു വരുമാന മാർഗമാവുകയും ചെയ്യും. ഇത് പുറത്ത് നൽകുന്ന ഒരു വിപരീത സാക്ഷ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന സമൂഹം നമ്മെ വിധി എഴുതുന്നത് എങ്ങനെയാണെന്നൊരു ബോധ്യമുണ്ടാകണം. ഈ സാക്ഷ്യത്തെ വളരെ ഗൗരവപൂർവ്വം ഓർക്കണം. എല്ലാ തരത്തിലുള്ള ഒതുക്കലുകളും സഭയ്ക്ക് വിപരീത സാക്ഷ്യം നൽകുന്നതാണ്. അഭിനന്ദനായ കുർലോസ് തിരുമേനിയാണ് ഇപ്പോൾ നമ്മുടെ സഭയിലെ ശ്രീപാദാസ സമൂഹത്തിൻ്റെ പ്രസിഡന്റ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, ഈ അടുത്ത സമയത്ത് ഒരു ശ്രീപാദാസ സമൂഹ അംഗം എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ പണ്ട് ദേവലോകത്തിരുന്നത് കൊണ്ടാകണം, അദ്ദേഹം പറഞ്ഞു, മലങ്കര സഭ ആദ്യമായിട്ടാണ് അച്ഛാ ഈ തവണത്തെ സ്കൂളുകളിലെയും കോളേജുകളിലെയും അപ്പോയിൻമെൻറ്റുകളിൽ 5 സീറ്റുകൾ 5 നിയമനങ്ങൾ ശ്രീപാദാസ സമൂഹത്തിനുള്ളവർക്ക് നൽകി. ഞാൻ തിരുമേനിയെ വളരെ ആത്മാർത്ഥമായിട്ട് അതിൽ അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ സഭയോട് ചേർന്ന് വന്ന പണ്ട് 24,000-ത്തോളം അധികം ആളുകൾ ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനം ഇന്ന് എല്ലാ തരത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രസ്ഥാനം ഇന്ന് ഏകദേശം 3,000-ലധികം കുടുംബങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മുടെ ഈ സമരിറ്റനൈസിങ് പ്രോസസ് ഇന്ന് സഭയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട്. പല രീതിയിൽ ഒതുക്കലുകളും പല രീതിയിൽ ചൂഷണങ്ങൾക്കും വിധേയമാകുന്നൊരു സമൂഹം സഭയ്ക്കകത്തുണ്ടാകുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ആദിമസഭ വിശാലമായി വളർന്നത് ശമര്യക്കാരുമായി അവർക്കൊരു മുറിവേൽക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഹീല് ചെയ്ത് സഭയുടെ അതിരുകളെ വിശാലമാക്കുവാനുള്ള ഒരു വലിയ മനസ്സ് അവർക്കുണ്ടായി. നമ്മുടെ ഇടയിലും ഇനി ഞാൻ മറ്റൊന്ന് 2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞാലത് പ്രയാസമാവണം, അത് ഞാൻ പറയുന്നില്ല. ഒരു പള്ളിയെന്ന് വിചാരിച്ചോളൂ, ധാരാളം കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്നൊരു പള്ളി, അതിനടുത്തുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്നൊരു പള്ളി. അപ്പോൾ അതിൽ മലയാളം അറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ അവിടുത്തെ അച്ഛൻ അവിടുത്തെ കമ്മിറ്റിയിൽ പറഞ്ഞു, നമുക്ക് ഒരു കുർബാന ഇംഗ്ലീഷിൽ ഒന്ന് വെക്കാം. നാട്ടിലാണ് കേട്ടോ, ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അച്ഛൻ ഏതാണ്ടൊരു സംഭവം പറഞ്ഞു. അതൊന്ന് കമ്മിറ്റിയിൽ വെച്ചപ്പോഴേക്കും കുറേ ഇംഗ്ലീഷുകാർ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. നോക്കൂ, ആ കുഞ്ഞുങ്ങൾ ഒരു അക്ഷരം നോക്കാനാവാൻ നിൽക്കുകയാണ്. അവർക്ക് മറ്റൊരു സാഹചര്യമില്ല, ഞായറാഴ്ചകളിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ സമരിറ്റനൈസിങ് എന്ന് പറയുന്നത്, ഒതുക്കലുകൾ എന്ന് പറയുന്നത് പല തലങ്ങളിൽ ഇന്നുണ്ട്.
ഇനി അങ്ങനെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നു ഈ കുഞ്ഞുങ്ങൾ ആ പള്ളിയിൽ കൊയറിലൊന്ന് കയറി നിന്നു, നല്ലപോലെ പാടുന്ന കുഞ്ഞുങ്ങൾ, അച്ഛൻ പറഞ്ഞതനുസരിച്ച്. അപ്പോൾ ആ പള്ളിക്കാരായ കുറേ അമ്മമാർ വന്നിട്ട് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുറകിൽ നിന്നാൽ മതി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള അവകാശമാണ്, ഞങ്ങളുടെ പുറകിൽ നിന്നാൽ മതി. ഇത് സമരിറ്റനൈസിങ് പ്രിയമുള്ളവരെ, അല്ലാതെ പണ്ടത്തെ പോലെ ജാതിയുടെ പേരിലൊന്നുമല്ല. പല തലത്തിലുള്ള ഒതുക്കലുകളാണ്. എങ്ങനെയാണ് സഭ പുതിയ ദിശകളിലേക്ക് സഞ്ചരിക്കുന്നത്? ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ? ഇനി പോകട്ടെ, മറ്റു ചില പള്ളികളിൽ 50 വർഷം മുമ്പേ വന്നവർ തീർച്ചയായും അവർ ആദരിക്കപ്പെടണം, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ മുമ്പിൽ വന്ന പരാതികൾ ചിലത് പറഞ്ഞ് പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് എപ്പോഴും 2ാം സ്ഥാനമാണ്. അപ്പം അതിൻ്റെ പേരിൽ പല പ്രയോറിറ്റീസാണ് പലയിടങ്ങളിൽ. അവിടെ നിങ്ങൾ പുറകിൽ നിന്നേച്ചാൽ മതി. അപ്പം എവിടെയൊക്കെ ഈ 2ാം തരം പൗരത്വം സഭയിലും അതിൻ്റെ സാക്ഷ്യങ്ങളിലും വരുന്നുണ്ടോ അവിടെ സഭയുടെ വളർച്ചയ്ക്ക് അത് വിഘാതമാണ്, പ്രതിരോധമായ സാക്ഷ്യമാണ്. അതുകൊണ്ട് സഭയുടെ വളർച്ച യഥാർത്ഥത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അനീതിയുടെ അനുഭവങ്ങൾ മാറി യഥാർത്ഥത്തിൽ ആ ഇടവകയിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കണം, ആ കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കണം. ഇന്ന് പല ഭവനങ്ങളും ഞാൻ പറഞ്ഞല്ലോ പരസ്പരം മുറിവേൽപ്പിക്കുന്ന ഭവനങ്ങളാണ്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് വർദ്ധിച്ചു വരുന്ന ഡിവോഴ്സുകളെല്ലാം. പരസ്പരം സ്നേഹിക്കുവാൻ തക്കോണം കഴിയുന്നില്ല. ബീരാൻകുട്ടിയുടെ ഒരു കവിതയുണ്ട്, പ്രണയമില്ലെങ്കിൽ ഉടലിനോളം കടുപ്പമാം മരമില്ല വേറെ, ചുണ്ടുകൾ കൊണ്ട് എത്ര കൊത്തിയാലും ശില്പമാകില്ല തീരെ. 2 ഉടലുകൾ ഒന്നു ചേരുന്ന സ്നേഹം കൊണ്ട് ഒന്നാകുന്ന പരസ്പരം മുറിവുകൾ ഉണക്കുന്ന ഒരിടം കൂടിയാണ് കുടുംബം. പക്ഷെ അദ്ദേഹം പറയുവാണ്, ഇതിൽ നിന്ന് സ്നേഹം അങ്ങ് ഉതിർന്നു പോയാൽ പിന്നെ ഉടലിനോളം കടുപ്പമാ മരമില്ല, വേറെ ഒരു മരവുമില്ല. അത്ര കടുപ്പമാണ് പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ. പിന്നെ ഈ ചുണ്ടുകൾ കൊണ്ട് എത്ര കൊത്തിയാലും എന്ന് പറഞ്ഞാൽ ബാഹ്യമായി എത്ര ഉമ്മ കൊടുത്താലും ശില്പമാകില്ല തീരെ. തലമുറകൾക്ക് കണ്ട് ആനന്ദിക്കേണ്ട ശില്പമാകേണ്ട കുടുംബജീവിതങ്ങൾ ഇന്ന് ഒറ്റവരി കവിതകളായി അവസാനിക്കുകയാണ്. അതിന് ദുരന്തങ്ങളാണ്. 1-ാം ദിവസം 2-ാം ദിവസം ഈവൻ 16 വർഷം ഒരുമിച്ച് ജീവിച്ച ഒരു പങ്കാളി അടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ, ഐ ഡോണ്ട് ഈവൻ ഹാവ് എ സിംഗിൾ മൊമെന്റ് ഇൻ മൈ ലൈഫ് ടു ചെറിഷ് അബൌട്ട്. 17 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു പങ്കാളി പറയുകയാണ്, ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോരുവാൻ ഐ ഡോണ്ട് ഈവൻ ഹാവ് എ സിംഗിൾ മൊമെന്റ് ഇൻ മൈ ഫാമിലി ലൈഫ് ടു ചെറിഷ് അബൌട്ട്. എനിക്കൊരു മൊമെന്റ് പോലും ഇല്ല അയാളുടെ കൂടെ തുടർന്ന് ജീവിക്കാൻ. പോകട്ടെ പ്രിയമുള്ളവരെ, സമയമില്ലാത്തത് കൊണ്ട് മാത്രം വിശദമാക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നില്ല. പരസ്പരം മുറിവുണക്കി അതിരുകൾ വിശാലമാക്കേണ്ട ഇടമാണ് ക്രിസ്തീയ കുടുംബവും ക്രിസ്തീയ സഭയും. എല്ലാ തരത്തിലുമുള്ള ബാഹ്യമായ മുറിവുകൾ ഉണക്കപ്പെടണം, അതിരുകൾ വിശാലമാക്കപ്പെടണം. ഒരു ലാറ്റിൻ അമേരിക്കൻ കവിതയുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. കവിതയുടെ ഏതാണ്ടൊരു സാരാംശം ഇപ്രകാരമാണ്. ഒരു യുവാവ് കാട്ടിലൂടെ പോവുകയാണ്, അതൊരു കുഴിയിൽ വീണു. അപ്പോൾ നമ്മുടെ ഈ വേദോസ്തവത്തിൽ പറയുന്ന ഒരു ശമരിയാക്കാരൻ്റെ ഉപമയെ പുരസ്കരിച്ച് എഴുതിയൊരു കവിതയാണ്. അപ്പോൾ ഈ യുവാവ് കുഴിയിൽ വീണു. കുഴി വീണ് കഴിഞ്ഞപ്പോൾ ആദ്യം അതുവഴി പോയതൊരു രാഷ്ട്രീയക്കാരനാണ്. കുഴി വീണ് കിടക്കുന്ന യുവാവിനെ കണ്ടിട്ട് അയാൾ പറഞ്ഞു, ഈ കുഴി അടയ്ക്കാത്ത ഭരണപക്ഷത്തിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വന്ന് 2 മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് അയാൾ കടന്നുപോയി. അത് കഴിഞ്ഞ് അതുവഴി വന്ന ഒരു ന്യായാധിപനാണ്. അദ്ദേഹം പറഞ്ഞു, കുഴിയുള്ള വഴിയാണെങ്കിൽ റോഡിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പോയിരുന്നെങ്കിൽ അയാൾ കുഴി വീഴത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കുഴി വീണവനെ വിധിച്ച് അയാളും കടന്നുപോയി. അത് കഴിഞ്ഞൊരു പുരോഹിതനാണ് അതുവഴി വന്നത്. പുരോഹിതൻ അവിടെ വന്ന് നോക്കി, എന്നിട്ട് കുഴിയുടെ വാതുക്കൽ കമന്ന് വീണു. എന്നിട്ട് കൈ അകത്തേക്കിട്ടു. പക്ഷെ നിങ്ങൾക്കറിയാം, വലിയ ആഴമുള്ള കുഴിയാണ്. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് കൈ താഴോട്ടിടും, നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ കയ്യെ ചാടി പിടിച്ചു. കയ്യെ ചാടി പിടിക്കാമെങ്കിൽ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് ആ കവിതയെ പറഞ്ഞൊരു വാചകമുണ്ട്, കുഴിയിലെ അശുദ്ധൻ്റെയും വെളിയിലെ വിശുദ്ധൻ്റെയും കൈകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടിയില്ല. അവയ്ക്കിടയിൽ അത്രമാത്രം അന്തരമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കവിത തുടരുന്ന ഇപ്രകാരമാണ്, യേശു അതുവഴി വന്നു, ആ കുഴിയിലേക്ക് ഇറങ്ങി, തൻ്റെ മുതുക് കാട്ടിക്കൊടുത്തു, മുതുകിൽ ചവിട്ടി മുകളിലേക്ക് കയറിക്കൊള്ളുവാൻ യുവാവിനോട് പറഞ്ഞു. അങ്ങനെ കയറി അവൻ പിടിച്ചു കയറ്റി യേശുവും തിരികെ കുഴിയിൽ നിന്ന് വെളിയിൽ വന്നു. അപ്പോൾ യേശുവിൻ്റെ മുറിവുകളിൽ നിന്ന് രക്തം മാറുന്നത് കണ്ട് അയാൾ യേശുവിനോട് ചോദിച്ചു, ഇത്രയും മുറിവേറ്റല്ലോ, അങ്ങേക്ക് വേദനിച്ചില്ലേ? ഇപ്പോൾ ക്രിസ്തു പറഞ്ഞതായ ആ കവിതയെ രേഖപ്പെടുന്ന ഇപ്രകാരമാണ്, ഒരാളെ സ്നേഹിക്കുമ്പോൾ,
ഒരാളെ ചേർത്തണയ്ക്കുമ്പോൾ എത്രമാത്രം മുറിവേറ്റു എന്ന് ഞാൻ നോക്കാറില്ല, എത്രമാത്രം മുറിവുണക്കാൻ പറ്റി എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പ്രിയമുള്ളവരെ, സ്നേഹിക്കുമ്പോൾ നമുക്ക് മുറിവേക്കും. സ്നേഹം എപ്പോഴും നമുക്ക് കൂടുതൽ മുറിവുകൾ തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ സ്നേഹിക്കാതിരിക്കാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. സ്നേഹിച്ച് തന്നെയാണ് മുറിവുകൾ ഉണങ്ങേണ്ടതും അതിരുകൾ വിശാലമാകേണ്ടതും. ആദിമസഭ രണ്ടാമത് നമുക്ക് കാട്ടിത്തന്ന വലിയ അനുഭവം എന്ന് പറയുന്നത് ശമരിയർക്കിടയിൽ ഉണ്ടായിരുന്ന വലിയ മുറിവുകൾ അവരുണക്കി. മുറിവുകൾ ഉണക്കി അതിരുകൾ വിശാലമാക്കിയ സഭയായിരുന്നു. ഇതിൻ്റെ ഈ ഭദ്രാസനത്തിൻ്റെ ഇവിടുത്തെ തുടർന്നുള്ള ഈ പ്രയാണത്തിൽ അൽവാറീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ ഒക്കെ സംഭവങ്ങൾ ഈ മുറിവുണക്കിയ സംഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് സഭ. ഒരിക്കൽ മുറിവുണക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് മാതൃകൾ നമ്മുടെ പൂർവ്വികർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിരുകൾ വിശാലമാക്കണം, മുറിവുകൾ ഉണക്കി അതിരുകൾ വിശാലമാക്കണം. ഒന്നാമത് അത് സഹന വഴികളിൽ സുവിശേഷത്തിൻ്റെ വസന്തം തീർത്തൊരു സഭയായിരുന്നു. രണ്ട്, അത് മുറിവുകൾ ഉണക്കി അതിരുകൾ വിശാലമാക്കിയ ഒരു സഭയായിരുന്നു. മൂന്നാമത്തെ സംഭവം എന്താണ്? മൂന്നാമത്തെ സംഭവം ഞാൻ ഇപ്രകാരം പറയും. മൂന്നാമത്തെ ദർശനം ഇതായിരുന്നു: വിശ്വാസത്തിൻ്റെ വിശുദ്ധിയും ജീവിതത്തിൻ്റെ വിശുദ്ധിയും കളങ്കിതമാകാതെ നോക്കിയൊരു സഭയായിരുന്നു ആദിമസഭ. അതെന്താണ് പറയാൻ കാരണം? ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ശമരിയർ മാനസാന്തരപ്പെട്ടു. പക്ഷെ ശമരിയരുടെ മാനസാന്തരത്തെ പറ്റി പറയുമ്പോൾ തുടർന്നുള്ള ഭാഗത്ത് ഒരു എപ്പിസോഡ് പറയുന്നുണ്ട്. അത് ആഭിചാരകനായ ശീമോനെ പറ്റിയുള്ളതാണ്. ആഭിചാരകനായ ശീമോന്റെ സംഭവം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വളരെ ഗൗരവപൂർവ്വം ഈ കാലഘട്ടത്തിൽ സഭ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ആഭിചാരകനായ ശീമോന്റെ മാനസാന്തരം, സോക്കാൾ മാനസാന്തരമാണോന്ന് പിന്നീട് പറയാം. ആഭിചാരകനായ ശീമോൻ ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് സത്യത്തിൽ ശമരിയയുടെ മാനസാന്തരം വലിയൊരു വാർത്തയായത്. കാരണം ശമരിയയിലെ ഏറ്റവും വലിയ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ആര്? ആഭിചാരകനായ ശീമോൻ. അത്രമാത്രം ഇൻഫ്ലുവൻസ് അവർക്കുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഒരു കൾട്ട് അയാളുടെ പുറകിലുണ്ട്, ഒരു കൾട്ട്. ആ കൾട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ മാനസാന്തരം വലിയ വാർത്തയായി. അതെവിടെ എത്തി? മാതൃസഭയായ യെരുശലേമിലും വാർത്തയെത്തി. അപ്പൊ ശമര്യരെല്ലാം മാനസാന്തരപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഓർക്കണം, സഭയുടെ ഒരു ഡിസിപ്ലിൻ അതിൽ വളരെ മനോഹരമായി അപ്പോസ്തലർ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ മാനസാന്തരം ഉണ്ടായപ്പോൾ യെരുശലേമിലെ സഭയിൽ ആരതറിഞ്ഞു? അപ്പോസ്തലന്മാരതറിഞ്ഞു. ഈ മാനസാന്തരം സത്യമാണോ എന്നറിയാൻ ആ സഭ, മദർ ചർച്ച്, ശമരിയയിലേക്ക് എന്ത് വിട്ടു? 2 ഒബ്സർവേഴ്സിനെ വിട്ടു എന്ന് ഞാൻ പറയും, മോണിറ്ററൈസ് ചെയ്യാൻ. ആരൊക്കെയാണ് അവിടേക്ക് പോയത്? പത്രോസും യോഹന്നാണ്, 2 അപ്പോസ്തലന്മാർ. ശമരിയരുടെ മാനസാന്തരം ശരിയാണോ, അത് സത്യമാണോ എന്നറിയാൻ അവിടേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു. പക്ഷെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. അവിടെ പറയുന്നു, അവരെല്ലാവരും ശമര്യക്കാർ മാനസാന്തര സ്നാനമേറ്റിരുന്നു എന്നേ ഉള്ളൂ, അവരുടെ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. ഇത് സഭയുടെ വളരെ സത്യവിശ്വാസത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരാതിരുന്നത്? ഫിലിപ്പോസിനുള്ള പട്ടത്വ നൽവരം ഉണ്ടെങ്കിൽ അത് ഏത് നൽവരമാണ്? ഏത് നൽവരമാണ്? ശമ്മാശനായിട്ടുള്ളൊരു നൽവരം മാത്രമാണ്. ഈ ലേയിങ് ഓഫ് ഹാൻഡ്സ്, പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനുള്ള, പട്ടത്വം നൽകുവാനുള്ള നൽവരമുള്ളത് ആർക്ക് മാത്രമാണ്? അത് അപ്പോസ്തോലിക കൈവപ്പാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, ശമര്യക്കാർക്ക് എല്ലാവരും സ്നാനമേറ്റിരുന്നു, പക്ഷെ അവരുടെ ആരുടെയും മേൽ എന്ത് വന്നിരുന്നില്ല? ആത്മാവ് വന്നിരുന്നില്ല. പത്രോസും യോഹന്നാനും അവിടെ വന്നു. പത്രോസ് അവരുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരുടെ എല്ലാവരുടെയും മേൽ എന്ത് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഇത് അപ്പോസ്റ്റോലിക് ഫെയ്ത്തിന്റെ ഒരു സാങ്ക്ടിറ്റിയാണ്. അത് അങ്ങനെ തന്നെ വേണം. ആരെങ്കിലും തലയെ കൈവച്ചാൽ പരിശുദ്ധാത്മാവും അതിനകത്തൊരു സാങ്ക്ടിറ്റിയും അതോറിറ്റിയും ഇല്ല എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം ആദിമസഭ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ ആഭിചാരകനായ ശീമോന്റെ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നത്. ശീമോൻ പറയുകയാണ്, എന്താണ് പത്രോസിനെ എന്നിട്ട് പറഞ്ഞത്? ഞാൻ ഒരാളുടെ മേൽ കൈവച്ചാൽ, ബാക്കി എന്താ പറയുന്നറിയാമോ? അവരുടെ മേൽ ആത്മാവ് വരുവാനുള്ള അടുത്ത വാക്കാണ് അയാളുടെ പാപം. എന്തെന്നറിയാമോ? ഈ അധികാരം എനിക്ക് തരണം. അയാൾ ആ പൗരോഹിത്യത്തിന്റെ അനുഭവങ്ങളെ കണ്ടത് ശുശ്രൂഷയായിട്ടല്ല, അധികാരമായിട്ടാണ്. അയാൾ അന്ന് വരെ ചൂഷണം ചെയ്തുണ്ടാക്കിയ ഒരു അനുഭവം അതോറിറ്റേറ്റീവായിട്ട് തന്നെ ആ സഭയിൽ അയാൾക്ക് കൈയാളണം.
അതിനു വേണ്ടി എന്ത് ചെയ്യണം? അയാൾ പറയുകയാണ്, ഈ പണത്തിന് ആ അധികാരം എനിക്ക് തരണം. പ്രിയമുള്ളവരെ, അവിടെ ആ ദിവസം പത്രോസ് നിന്റെ അടുക്കൽ ആരെങ്കിലും ചെന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ചെന്നിട്ട് പറയുകയാണ്, ഈ കൂടെ നിൽക്കുന്ന വൃന്ദങ്ങളുണ്ടല്ലോ, ചെന്നിട്ട് പറയുകയാണ്, അത് കളയണ്ട കേട്ടോ, പുള്ളിയുടെ കൂടെ കുറേ പേരുണ്ട്, പുള്ളിയെ ഇപ്പം എങ്ങനെയെങ്കിലും ഇങ്ങ് എടുക്കാമെങ്കിൽ സഭയ്ക്ക് കുറച്ച് പേരെ ഇങ്ങ് കിട്ടും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദിമസഭയുടെ ചരിത്രം മറ്റൊന്നാവുമായിരുന്നു. പക്ഷേ ആദിമസഭ എടുത്ത നിലപാട് എന്താണ്? പത്രോസ് ഒറ്റ വാക്കിൽ സഭയുടെ നിലപാട് പറഞ്ഞു. അവിടെ മുതൽ വിശ്വാസത്തിന്റെ പ്യൂരിറ്റി, ദ പ്യൂരിറ്റി ഓഫ് ദ അപ്പോസ്റ്റോലിക് ഫെയ്ത്ത്, അതിനെ ഒരു കളങ്കമേൽക്കാതെ സൂക്ഷിച്ചൊരു നിലപാട് നേതൃത്വം അവിടെ പറയുകയാണ്. നിന്റെ പുറകിൽ 1000 പേരുണ്ടായിക്കൊള്ളട്ടെ, ശമര്യ മുഴുവൻ നിന്റെ പുറകിൽ ഉണ്ടായിക്കോട്ടെ, എത്ര പണവും നിനക്കുണ്ടായിക്കോട്ടെ, പക്ഷെ ഈ വിശ്വാസം കളങ്കിതമാക്കാൻ സമ്മതിക്കുക. നിന്റെ പണം നിന്നോടൊപ്പം നശിച്ചു പോകും. ഈ അപ്പോസ്റ്റോലിക് ഫെയ്ത്തിന്റെ പ്യൂരിറ്റി നമ്മളെല്ലാവരും ഇന്ന് തന്നെ പലരും ഇവിടെ പറഞ്ഞു, നൈസീൻ ക്രീഡിന്റെ 1700ാമത് വർഷമാണ്. പക്ഷെ അതിന് എക്യൂമെനിക്കൽ എന്ന പേരുണ്ടെങ്കിലും നമ്മുടെ ചരിത്രത്തെ വിസ്മരിക്കരുത്. അത് കൂടിയത് എക്യൂമെനിസത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ല. നൈസീൻ സിനഡ് കൂടിയത് എക്യൂമെനിസത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയല്ല, അത് വിശ്വാസത്തിന്റെ പ്യൂരിറ്റിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഓർക്കണം, 300 വർഷക്കാലം പെർസിക്യൂഷൻ നടന്നപ്പോഴും ഒരു സഭാപിതാക്കന്മാരും ഒരുമിച്ച് കൂടി വന്ന് ഈ പെർസിക്യൂഷനെ തടയാൻ എന്തെങ്കിലും നിലപാടെടുക്കണമെന്ന് പറഞ്ഞൊരു സുന്നോദോസ് കൂടിയില്ല. പക്ഷേ വിശ്വാസത്തിൽ ഒരു കളങ്കം വന്നെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വിശ്വാസത്തിന്റെ പഠിപ്പിൽ ഒരു 10 വർഷം കൂടെ മുന്നോട്ട് പോയാൽ സഭ അവിടെ തീരും. നമ്മുടെ വിശ്വാസം കളങ്കിതമാകുന്ന ഇടത്ത് സുന്നോദോസ് കൂടി. അതിൻ്റെ 1700ാമത് വർഷമാണ്. നമ്മൾ അതിനെ ഡിപ്ലോമാറ്റിക് എക്യൂമെനിസവുമായി ചേർത്ത് കെട്ടരുത്. അതിന് ഒരുപാട് ക്രൂക്കഡ്നെസ് ഉണ്ട്. അതിനെ ഒഴിഞ്ഞു പോകാൻ തക്കവണ്ണം നമുക്ക് കഴിയണം ഈ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് പ്യൂരിറ്റി ഓഫ് ദ ഫെയ്ത്ത് വാസ് ഡിമാൻഡഡ്. അതാണ് സഭയെ നിലനിർത്തിയത്. മുന്നോട്ടും സത്യവിശ്വാസവും കേടായ വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മുട്ടയുടെ പാട പോലെ ഒരു ടൈനി ആയിട്ടുള്ള മെംബ്രെയിനേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ഇത് സത്യമാണോ അല്ലയോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അവിടെ സഭ തളർന്നു തുടങ്ങും. ആ ഗൗരവമുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇന്നിത് സാധാരണ ജനങ്ങളിലേക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് ഇന്നുള്ള ഒരേ ഒരു BJPയുടെ MP ആണ്. നമുക്കറിയാം ആരാണ്? സുരേഷ് ഗോപിയാണ്. അപ്പോൾ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു മലയാള മാധ്യമത്തിൽ ഒരു ഫീച്ചർ വന്നു. ആ ഫീച്ചറിൻ്റെ പേര് ഇപ്രകാരമായിരുന്നു: സുരേഷ് ഗോപിയെ ലൂർദ് മാതാവ് ജയിപ്പിച്ചു, അനിൽ ആന്റണിയെ കൃപാസന മാതാവ് തോൽപ്പിച്ചു. ഇതായിരുന്നു. ഇപ്പം എന്നെ കേൾക്കുന്നവരൊന്നും ഇത് അറിയാൻ മേലാത്ത പോലെ ഇരിപ്പുണ്ട്. കുറച്ച് പേരെങ്കിലുമൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളതാണ് എന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ല. പക്ഷേ നമ്മുടെ ഒരു അനുഭവം അങ്ങനെയാണ്. ഇപ്പോൾ പലയിടത്തും അങ്ങനെയാണ്. എന്താണെന്ന് പറയാനുള്ള കാരണം, ഞാൻ ഈ പറയുന്ന 2 സ്ഥലങ്ങൾക്കും എതിരല്ല. എവിടെ വേദപുസ്തക പ്രകാരം തന്നെ എൻ്റെ നാമത്തിൽ എവിടെയൊക്കെ യാഗപീഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എൻ്റെ നാമത്തിൽ അനുഗ്രഹം ലഭിക്കുമെന്നുണ്ട്. അതാണ് നമ്മളാകെ പറയുന്നത്. അതിനെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഈ മോണിറ്റൈസിങ്ങിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നതിലുള്ള വിശ്വാസത്തിൻ്റെ കാപട്യത്തെ പറ്റി മാത്രമാണ്. ഇതൊരു സെക്യുലർ വേൾഡാണ്, സെക്യുലർ മീഡിയയാണ് ഇങ്ങനെ ഒരു ന്യൂസ് വിട്ടത്. ആരാണ് സെക്യുലർ മീഡിയയ്ക്ക് അങ്ങനെ ഒരു ഇമേജ് കൊടുത്തത്? നമ്മുടെ വിശ്വാസത്തെ പറ്റി നമ്മൾ തന്നെയാണ്. അവിടെ പറഞ്ഞെന്താണ് നമുക്കറിയാം. സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ നിന്നെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരെ വലിയൊരു ദേവാലയമാണ് ലൂർദ് മാതാവ്. അവിടെ പോയി സ്വർണ്ണ കിരീടം മാതാവിന് വെച്ചപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ആര് ജയിച്ചു? സുരേഷ് ഗോപി ജയിച്ചു. അപ്പോൾ സുരേഷ് ഗോപി ആര് ജയിപ്പിച്ചു? പറഞ്ഞാട്ടെ, ആര് ജയിപ്പിച്ചു? ലൂർദ് മാതാവ് ജയിപ്പിച്ചു. അനിൽ ആന്റണി മത്സരിക്കാൻ നിന്നുടനെ എലിസബത്ത് ആന്റണി അവിടെ ഞങ്ങളുടെ നാടിനടുത്ത് അവിടെ ചേർത്തലയ്ക്ക് അടുത്ത് കൃപാസനം അവിടെ പോയി സാക്ഷ്യം പറഞ്ഞു. എനിക്ക് കോൺഗ്രസ് ചെയ്യുന്നപ്പോൾ എൻ്റെ മോനൊന്നും കിട്ടിയില്ല, ഇപ്പം BJP അവൻ എല്ലാ ഇതൊക്കെ കൊടുത്തു, അതിന് കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് എന്ന് പറഞ്ഞു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആര് തോറ്റു? അനിൽ ആന്റണി തോറ്റു. അപ്പോൾ ഒരു സെക്യുലർ വേൾഡ് നമ്മൾ കൊടുത്ത ഇമേജാണ്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഇന്നത് കിട്ടും എന്നൊരു സ്പിരിച്വാലിറ്റിയും ഒരു പെർവേർട്ടഡ് സ്പിരിച്വാലിറ്റി നമ്മൾ കൊടുത്തപ്പം, പെർവേർട്ടഡ് ഫെയ്ത്ത് നമ്മൾ കൊടുത്തപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് എന്തുണ്ടായി? ഒരു പെർവേർട്ടഡ് സ്പിരിച്വാലിറ്റി ഉണ്ടായി. തെറ്റായ വിശ്വാസം കൊടുക്കുമ്പോൾ തെറ്റായ ആത്മീയത ഉണ്ടാകും. അത് സഭയുടെ വളർച്ചയ്ക്കല്ല തകർച്ചയ്ക്ക് കാരണമാകും.
അതുകൊണ്ട് ഇത് വളരെ ഗൗരവപൂർവ്വം കാണാം. ആദിമസഭ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഒറ്റ വാക്കിൽ. നിന്റെ പണം നിന്നോടൊപ്പം നശിച്ചു പോകും. പ്യൂരിറ്റി ഓഫ് ദ ഫെയ്ത്ത് ഉയർത്തിപ്പിടിച്ചു. അത് മാത്രമല്ല, അവിടെ തന്നെ ഒരു കാര്യം കൂടി സഭ ഉയർത്തിപ്പിടിച്ചു. ഈ എപ്പിസോഡിൽ 3 പറയുന്നുണ്ട്, നിന്റെ ഹൃദയ നിരൂപണം ശരിയല്ല, നിന്റെ ഹൃദയ വിചാരങ്ങൾ ശരിയല്ല. നീ അനുദപിച്ചാൽ ഒരുപക്ഷെ ദൈവം നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു തരും. എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി ഓഫ് ദ ഫെയ്ത്ത് മാത്രമല്ല സ്പിരിച്വാലിറ്റിയിലെ മാറ്റർ, പ്യൂരിറ്റി ഓഫ് ദ ഹാർട്ട്. ഇത് രണ്ടും വേണം. ഇന്നിത് രണ്ടും കളങ്കിതമാണ് പ്രിയമുള്ളവരെ. ഇന്ന് ഏത് മണ്ഡലങ്ങളിലാണ് ഈ ഹൃദയവിശുദ്ധിയുടെ അനുഭവ തലങ്ങളുള്ളത്? പുതിയ തലമുറയുടെ അനുഭവങ്ങൾ നോക്കിക്കുക. ഈ തലമുറ ഒരുപാട് ഏറ്റുപാടിയ മലയാള സിനിമയാണ് ആവേശം. അതിലൊരു പാട്ട് പിള്ളേരൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു, ഇല്ലൂമിനാറ്റി. പിള്ളേർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ടൊരു പ്രഭാഷണത്തിൽ സുരേഷ് ബാബു എന്ന് പറയുന്ന പ്രഭാഷകൻ, അദ്ദേഹം ഈ പാട്ട് ഈ തലമുറയുടെ ഒരു തത്വശാസ്ത്രമായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. പാട്ടിൻ്റെ വരികൾ ഇതാണ്. പിള്ളേർ പാടിക്കൊണ്ട് നടന്നപ്പോൾ ഞാനും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പള്ളിയിൽ ടൂറിന് പോയപ്പോൾ പിള്ളേർ ഈ പാട്ടൊക്കെയാണ് വണ്ടിക്കകത്ത് ഇട്ടത്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. അവരറിയാതെ കുഞ്ഞുങ്ങൾ പാടുകയാണ്. ആ പാട്ടിൻ്റെ വരി ഇതാണ്: മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഉപദേശങ്ങളൊക്കെ മതിയാക്ക്, ഇതെൻ പാത, എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം, ഇല്ലൂമിനാറ്റി. ഇതാണ് കുഞ്ഞുങ്ങൾ പാടുന്നത്. മാതാപിതാക്കളെ മാപ്പ്, ഉപദേശങ്ങളൊക്കെ മതിയാക്ക്, ഇതെൻ പാത, എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം, ഇല്ലൂമിനാറ്റി. ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളുടെ വിശുദ്ധി നഷ്ടമാകുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആത്മീയമായ അനുഭവങ്ങളിൽ സഭയ്ക്ക് പുതിയ ദർശനമുണ്ടാകണമെങ്കിൽ സഭയും കുടുംബങ്ങളും, സഭ എന്ന് പറയുന്ന ക്രിസ്തീയ കുടുംബങ്ങളാണ്, വ്യക്തികളും 2 കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളാകണം. ആദിമസഭ ഈ 3ാമത്തെ ഇവന്റിനെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. അവിടെ തന്നെ തെറ്റായ വിശ്വാസങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പറഞ്ഞു, 3ാമത് ഞാൻ പറഞ്ഞ അതാണ്, വിശ്വാസത്തിൻ്റെ the sanctity of the apostolic faith and the purity of the heart. They uphold that. ഈ 2 കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചൊരു സഭയാണ്. ആ ബോധ്യങ്ങളിൽ മുന്നോട്ടുള്ള സഞ്ചാരങ്ങളെ ക്രമീകരിച്ചില്ലെങ്കിൽ സഭ ഏത്, വിശ്വാസം ഏത്, ശരി ഏതെന്ന് അറിയാത്ത ഇന്നെല്ലാം ഹൈബ്രിഡിൻ്റെ കാലമാണ്. ഹൈബ്രിഡായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയും ഒരു തലമുറയും നമുക്കുണ്ടാകും. അതിനെ നയിച്ചുകൊണ്ട് പോകുവാൻ ലീഡർഷിപ്പ് വല്ലാതെ കഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ഗൗരവപൂർവം, ഒരു അണുവിട പോലും ഇല്ലാതെ തുടക്കം കാണുമ്പോൾ തന്നെ അതിനെ തടയിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തിൽ ജൂബിലിക്ക് ശേഷമുള്ള നമ്മുടെ സഞ്ചാരപാതകളെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് കൃത്യസമയത്ത് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. 4ാമത് അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ 4ാമത് പറയുന്ന ഇവന്റ് നമുക്കറിയാം. അത് എത്യോപ്യക്കാരനായ ഷണ്ണൻ്റെ സ്നാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്യോപ്യക്കാരനായ ഷണ്ണൻ, ഹി വാസ് വെരി റിച്ച്. അവിടെ പറയുന്നുണ്ട്, അവൻ എത്യോപ്യയിലെ രാജ്ഞിയുടെ ഭണ്ഡാരത്തിൻ്റെ വിചാരകനായിരുന്നു. അപ്പോൾ ഹി വാസ് പവർഫുള്ളാണ്, ഭയങ്കര അധികാരമുണ്ട്, പണമുണ്ട്, എല്ലാ നിലയുമുണ്ട്. അപ്പം ഞാൻ പറയും, ഈ എത്യോപ്യക്കാരൻ ഷണ്ണൻ ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ പ്രതിനിധിയാണ്. അതിലെന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കണം. പക്ഷെ അദ്ദേഹത്തെ സന്തുഷ്ടനല്ല എന്നത് ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് പഠനങ്ങൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചപ്പോൾ പറഞ്ഞ കാരണം, എത്യോപ്യക്കാരൻ ഷണ്ണൻ എന്ന് പറയുന്നതിൻ്റെ തന്നെ കാരണം, ഈ രാജ്യന്മാരുടെ കൂടെ ഏറ്റവും അടുത്ത് കൊട്ടാരങ്ങളിൽ ഇടപെട്ട് നടക്കുന്ന ആളുകളുടെ അന്നത്തെ ക്രമമനുസരിച്ച് അവരുടെ എത്നിക് പ്യൂരിറ്റി സൂക്ഷിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ജോലിയിൽ കയറുമ്പോൾ തന്നെ അവരുടെ സന്താന ഉൽപാദന ശേഷി അവരില്ലാതാവും. അപ്പോൾ വേദപണ്ഡിതന്മാർ ചിലർ പറയുന്നത് ഇവനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു പവർഫുൾ പൊസിഷനാണ്, പവർഫുള്ളായിട്ടുള്ള പണമുണ്ട്, എല്ലാ അധികാരവുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻ്റെ ജീവിതം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം തൻ്റെ ജീവിതത്തിൻ്റെ ഫലമില്ലായ്മയെ പറ്റി അവനൊരു നിരാശ തോന്നി തുടങ്ങിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അന്വേഷിച്ചു. ഹി മേ ബി എ ന്യൂ കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ. അയാൾ ക്രിസ്തീയതയിലേക്ക് വരുവാൻ തൊക്കണം ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എവിടേക്ക് പോയത്? ദേവാലയത്തിൽ യെരുശലേം ദേവാലയത്തിൽ നമസ്കരിക്കാൻ പോയത്. പോയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് അയാൾ അവിടെ നിന്ന് എന്ത് മേടിച്ചത്? ഇന്നത്തെ ഭാഷയെ ടാബെന്നോ എന്ത് വേണേൽ പറയാം. അന്ന് അയാൾ മേടിച്ചത് എന്താണ്?
ഭയങ്കര വിലയുള്ളതാണ് കേട്ടോ. അന്ന് ചുരുളുകൾ അത്ര എളുപ്പമല്ല. വേദപുസ്തകം മേടിക്കുന്നതിന് മേടിക്കാൻ കോസ്റ്റ്ലി. തുകലിൽ എഴുതിയ ഒരു ചുരുളാണെങ്കിൽ നല്ലപോലെ പൈസ കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. കാര്യം വർഷങ്ങളെടുത്ത് എഴുതുന്ന അത്രയും പൈസ കൊടുത്താണ് അവന് സമ്പത്തുള്ളത് കൊണ്ട് എന്ത് മേടിച്ചു? യെശയ്യാ പ്രവാചകന്റെ ഒരു ചുരുള് മേടിച്ചു. ഹി ബോട്ട് ഇറ്റ്. മേടിച്ചു, വില കൊടുത്ത് മേടിച്ചു, പണമുള്ളത് മേടിച്ചു. എന്നിട്ട് അതിരുന്ന് വായിക്കുകയാണ്. വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അയാളുടെ കയറിയ രഥം ഈ കാലമാണെന്ന് പറയും. ഈ പുതിയ കാലത്തിൽ ഈ കാലഘട്ടത്തിലെ ഒരു വിശ്വാസിയായ യുവാവ്, ന്യൂ ജനറേഷൻ ഇരുന്ന് വേദപുസ്തകമോ ആത്മീയതയോ വായിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനാണ്. അവർക്ക് അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്പിരിച്വാലിറ്റി. കുറച്ച് പേരെങ്കിലും ഒരു പക്ഷേ എന്നെ ഇരിക്കുന്ന അച്ഛന്മാർക്കൊക്കെ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകാം. അവരെല്ലാത്തിനെയും ലോജിക്കലിയും റാഷണലിയും തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു മതവും ആത്മീയതയും വേദപുസ്തകവും ഒക്കെ ഒരു ഓപ്ഷൻ മാത്രമായിട്ട് മാറി വല്ലാതെ പെർപ്ലെക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിലെ തലമുറയുടെ ഒരു പുതിയ കാലത്തിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ പ്രതിനിധിയായി വേണം നമ്മൾ ആരെ കാണാൻ? എത്യോപ്യക്കാരൻ ഷണ്ണനെ കാണാൻ ഈ പുതിയ കാലഘട്ടങ്ങളിൽ നമ്മളിതിനെ വായിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു പക്ഷേ ആത്മീയ ജീവിതത്തിൽ നിന്നും മാറിപ്പോയേക്കാവുന്ന ഒരു ചെറുപ്പക്കാരൻ സഭാ ജീവിതത്തിലേക്ക് വരാതെ ഒരുപക്ഷെ മാറിപ്പോകാനിടയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു, നീ ഗസയിലേക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്നറിയാമോ? ശമരിയ വളരെ നിബിഡമാണ്, ജനനിബിഡമാണ്, വളരെ പോപ്പുലറാണ്. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷയിൽ ഇപ്പം ഫിലിപ്പ് ആരാണ്? ഫിലിപ്പോസ് ഇപ്പോൾ ഒരു വലിയ ഹീറോ പരിവേഷത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അത്രമാത്രം കൂടുതൽ ആളുകളുള്ള, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഒരു സിറ്റി പള്ളിയിലെ അച്ഛനാണെന്ന് വിചാരിച്ചോളൂ. അത്ര പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ആത്മാവ് പറയുന്നത്, നീ എവിടേക്ക് പോകണം? ഗസയിലേക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകണം. ഒരുപക്ഷെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇനി സാധിക്കുന്നത് എവിടെയാണ്? ദൈവം നിന്നെ നടത്തുന്ന ഇടങ്ങളിലേക്ക് നീ പരാതിയില്ലാതെ പോകണം. ഫിലിപ്പോസ് പോയി. ആത്മാവ് പറഞ്ഞിടത്തൊക്കെ പോയ മനുഷ്യനാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് പോയിട്ട് ഒരു കാര്യങ്ങൾ കൂടി പറഞ്ഞു. 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അയാളോട് അവിടെ പറയുന്നുണ്ട്, ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കുക. അപ്പൊ 4ാമത് ഞാൻ പറയും, പ്രതിസന്ധികളിൽ ജനത്തോട് ചേർന്ന് നടന്നൊരു സഭയായിരുന്നു. ഏത് സഭ? ആദിമസഭ. പ്രതിസന്ധികളിൽ ജനത്തോട് ചേർന്ന് നടന്നൊരു സഭയാണ് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ. 2ാമത് പറഞ്ഞെന്നറിയാമോ? ചേർന്ന് നടന്നു. എത്യോപ്യക്കാരൻ ഷണ്ണോട് ചോദിച്ചു, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷണ്ണം പറഞ്ഞു, നീ ഇതിനകത്തേക്ക് കയറി വന്ന് എന്നോട് കൂടെ ഇരിക്കുക. 1ാമത് ആത്മാവ് പറഞ്ഞു, നീ ചേർന്ന് നടക്ക. 2ാമത് പറഞ്ഞു, കൂടെ ഇരിക്കാം. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. അവന് അതെന്ത് ചെയ്തു? അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പം ഞാനതിനെ ഇപ്രകാരം പറയും, ഹി ബിക്കെയിം, ഞാൻ എന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്തെന്നല്ല പറയുന്നത്, ഹി ബിക്കെയിം എ ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ. അവൻ എന്തായി മാറി? സുവിശേഷത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷനായി മാറി അവൻ്റെ അനുദിന ജീവിതത്തിൽ, അപരൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിലേക്ക് സഭ സഞ്ചരിക്കുമ്പോൾ, ഭദ്രാസനം സഞ്ചരിക്കുമ്പോൾ, പുതിയ ജനറേഷനോട് നാം ചെയ്യേണ്ട 3 ഉത്തരവാദിത്തമാണ്. എന്ത് ചെയ്യണം? അവരുടെ പ്രതിസന്ധികളിൽ അവരോട് ചേർന്ന് നടക്കണം, അവരുടെ കൂടെ ഇരിക്കണം. ആൻഡ് നമ്മുടെ ജീവിതം കൊണ്ടും പഠിപ്പീര് കൊണ്ടും became a translation of Bible for them in our day-to-day life. ഇത് വളരെ ശ്രദ്ധാപൂർവം ഈ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടമായി പോയി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കൂടെ ഇരിക്കാൻ കഴിയുന്ന ഒരു സഭയാകണം, ചേർന്ന് നടക്കാൻ കഴിയുന്ന ഒരു സഭയാകണം. ആൻഡ് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്നും വായിക്കാൻ കഴിയുന്ന ബി എ ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ. ഇത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു സംഭവമുണ്ട്. KP അപ്പൻ, നമുക്കറിയാം, സമർത്ഥനായ എഴുത്തുകാരനായിരുന്നു മലയാളത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ സ്വാധീനിച്ച ഒരു വൈദികനെ പറ്റി പറഞ്ഞൊരു അനുഭവമുണ്ട്. ഗിൽബർട്ട് അച്ഛൻ എന്നാണ് പറയുന്നത്. ആ അച്ഛൻ്റെ പേര് ഗിൽബർട്ട് അച്ഛൻ എന്നാണ്. അപ്പോൾ അച്ഛനാണ് ഈ ക്രിസ്തുമസിനെ പറ്റിയും ക്രിസ്തുവിനെ പറ്റിയൊക്കെയുള്ള കഥകൾ KP അപ്പന് കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്തത്. ആദ്യമായൊരു വേദപുസ്തകം കൊടുത്തതും ഗിൽബർട്ട് അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ക്രിസ്തുമസിനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകളെല്ലാം ഗിൽബർട്ട് അച്ഛനെ പറ്റിയുള്ള ഓർമ്മകളുമായിരുന്നു. അദ്ദേഹം എനിക്ക് വേദപുസ്തകത്തിലെ കഥകൾ പറഞ്ഞു തരുമ്പോൾ ബാബേൽ രാജാവിന് ദാനിയേൽ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ക്രമേണ
ഗിൽബർട്ട് അച്ഛൻ ആ സുവിശേഷമായി മാറുകയായിരുന്നു. ഇതൊരു അക്രൈസ്തവനായ എഴുത്തുകാരൻ്റെ സാക്ഷ്യമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ജീവിക്കുന്ന സഭയെ ശുശ്രൂഷകരായും വിശ്വാസികളായും ഈ തലമുറയിലായിരിക്കുന്ന നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവരുടെ ജീവിതങ്ങളോട് ചേർത്ത് വെച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. അടുത്ത് വായിച്ചൊരു കഥയുണ്ട്. യാത്ര എന്നാണ് പേര്. ഈ യാത്രയിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം കൂടെ ഉള്ളൂ, ജീവിതം കൊണ്ട് പ്രസിദ്ധനാകാൻ പറ്റിയില്ല. ഒരു നാളെ ഒരു വാർത്തയെങ്കിലും വരണം, അതുകൊണ്ട് മരണം കൊണ്ടെങ്കിലും പ്രസിദ്ധനാകണം. അതിന് അദ്ദേഹം ഇലവീഴ പൂഞ്ചിറയിൽ പോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ട്രെയിനിൽ കയറി. നിരാശയോടെ ഒരു വിൻഡോ സീറ്റിൽ വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. വലിയ നിരാശയാണ്. മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മരണം കൊണ്ടെങ്കിലും പ്രസിദ്ധനാകണം എന്ന് മാത്രമല്ല, ജീവിതത്തിന് ഒരു അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും വേണ്ടാത്തൊരു ജീവിതമായിട്ട് അയാളുടെ ജീവിതത്തെ തോന്നി. അങ്ങനെ മുന്നോട്ട് ഈ യാത്ര പോകുമ്പോൾ അടുത്തൊരു സ്റ്റേഷനിൽ നിന്നും ഒരു മധ്യവയസ്കനായ മനുഷ്യൻ കയറി. അയാൾ കയറി വന്ന ഉടനെ ഈ ചെറുപ്പക്കാരനൊക്കെ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ആ വിൻഡോ സീറ്റ് തരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കവിതയിൽ അയാൾ എഴുതുന്നുണ്ട്, മരിക്കാൻ പോകുന്നവൻ എന്തിനാ വിൻഡോ സീറ്റ് എന്ന് അയാൾക്ക് തോന്നിക്കാണും. എന്തായാലും ഞാൻ ആ വിൻഡോ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. അയാൾ അവിടെ ഇരുന്നു. വളരെ കൗതുകത്തോടെ അയാൾ ആ വിൻഡോ സീറ്റിലിരുന്ന് കാഴ്ചകൾ കാണുന്നത് അയാൾ കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, അടുത്തൊരു 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ, ഈ സീറ്റ് ചോദിച്ച് മേടിച്ചിരുന്ന മനുഷ്യൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുവാൻ തക്കവണ്ണം എഴുന്നേറ്റു. ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഈ മനുഷ്യൻ തിരിച്ചോടി വന്ന് ഈ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരെയാണ് ഇന്ന് ഈ ലോകത്തിന് ആവശ്യം. ആ മനുഷ്യൻ്റെ ചിന്താഗതി മാറി. നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരെയാണ് ഇന്ന് ഈ ലോകത്തിന് ആവശ്യം. ആ കവിത അവസാനിക്കുമ്പോൾ ആ ലേഖനത്തിൽ ഈ കവിത പറഞ്ഞിട്ട് ആ ലേഖനം എഴുതുന്നത് ഇപ്രകാരമാണ്: അവർ രണ്ടുപേരും പരസ്പരം ഔഷധമായി മാറി ആ യാത്രയിൽ. പ്രിയമുള്ളവർ, എനിക്ക് തോന്നുന്നു സഭയുടെയും ആത്മീയതയുടെയും ഒക്കെ ഉത്തരവാദിത്വം നമ്മുടെ ചുറ്റും മരണം കൊണ്ടെങ്കിലും പ്രസിദ്ധരാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ നിരാശയിൽ കഴിയുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലും ഔഷധമായും ജീവനായും പെയ്തിറങ്ങുവാൻ സഭയ്ക്കും നമുക്കും സാധിക്കും. 1, സഹനബാധകളിൽ സുവിശേഷത്തിൻ്റെ വസന്തം തീർക്കുവാൻ നമുക്ക് കഴിയണം. 2, മുറിവുകൾ ഉണക്കി അതിരുകൾ വിശാലമാക്കുവാൻ കഴിയണം. 3, വിശ്വാസത്തിൻ്റെ വിശുദ്ധിയും ഹൃദയത്തിൻ്റെ വിശുദ്ധിയും കളങ്കിതമാക്കാതെ ജീവിക്കുവാൻ കഴിയണം. 4, പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുവാൻ, ചേർന്ന് നടക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പരിഭാഷയായി നമ്മുടെ ജീവിതത്തെ സ്വയം സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ ജൂബിലിയുടെ തുടർന്നുള്ള പ്രയാണങ്ങൾ നമ്മെ വിശേഷതയുള്ളൊരു ജാതിയാക്കി ഈ ഭൂമിയിൽ, ഈ സഭയിൽ, ഈ ഭദ്രാസനത്തെ മാറ്റിയത് നമ്മുടെ പൂർവികർ ഈ പാതയിലൂടെ നടന്നതുകൊണ്ടാണ്. ഈ ജൂബിലിക്ക് ശേഷമുള്ള പ്രയാണ നാളുകളിൽ കാലം നമ്മുടെ മുമ്പിൽ വെക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും ഈ അടിസ്ഥാനങ്ങളിൽ നിന്ന് വിട്ടുമാറാതെ അനുഗ്രഹകരമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയുമ്പോൾ ഈ ജൂബിലി നമുക്കൊരു അനുഗ്രഹമായി മാറും. ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ വലിയ വലിപ്പങ്ങളൊന്നുമില്ലാത്ത എന്നെ ഇതിലേക്ക് ക്ഷണിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട വൈദികരും അഭിനന്ദനായ തിരുമേനിയും എന്നെ ക്ഷണിച്ചതിലുള്ള എൻ്റെ പ്രത്യേകമായ ഹൃദയപൂർവ്വമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ സമയം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വിശാലമായി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പരിമിതപ്പെടുത്തിയത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കും.